നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതിക്കൊണ്ടേയിരിക്കും. വിശുദ്ധ ഖുർആനിന്റെ അതിന്റെ സത്തയാണ് സൂറത്തുൽ ഫാത്തിഹ. അതിൽ അൽഹംദുലില്ലാഹ് എന്ന് ഔദും ബിസ്മിയും ഓതിയിട്ട് നമ്മൾ തുടങ്ങുന്നത് അൽഹംദുലില്ലാഹ് എന്നാണ്. ആ അൽഹംദുലില്ലക്കുള്ള 4 കാരണങ്ങളിൽ ഒന്ന് മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥൻ. അപ്പോൾ എന്തിനാണ് ഞാനും നിങ്ങളും ഹംദ് പറയുന്നത്? പടച്ചവനെ നിനക്ക് സ്തുതി, നീ ഒരു മരണാനന്തര ജീവിതത്തെ നിശ്ചയിച്ചല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. റബ്ബിൽ ആലമീനാണ്, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. അർ-റഹ്മാനാണ്, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. അർ-റഹീമാണ്, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. അതോടൊപ്പം മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാണ് റബ്ബ്. അതിന്റെ പേരിൽ നമ്മൾ പടച്ചവനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ മരണാനന്തര ജീവിതം വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒട്ടേറെ ആയത്തുകളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. അപ്പോൾ ഒന്നാമത്തെ സൃഷ്ടിപ്പ് കൊണ്ട് പടച്ചവൻ ക്ഷീണിച്ചു പോയെന്നാണോ? എന്താണ് പടച്ചവനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയത്? ഈ ഒന്നാമത്തെ സൃഷ്ടിപ്പ് നടത്തി പടച്ചവനാകെ ക്ഷീണിച്ചു പോയിരിക്കുന്നു, ഇനി പടച്ചവനെ കൊണ്ട് സാധ്യമല്ലെന്നാണോ മനസ്സിൽ തറക്കുന്ന ചോദ്യമാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ മഴ വെച്ചുകൊണ്ട്, മഴയാകുന്ന മഹത്തായ അനുഗ്രഹം വരുമ്പോൾ, ഈ വറ്റി വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് മഴ പെയ്യുമ്പോൾ ആ മണ്ണിനൊരു ചലനമുണ്ടാകുന്നു, വിത്ത് മുളച്ചു വരുന്ന രംഗം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുകയാണ്. അത് വളർന്ന് പുറത്തേക്ക് വരുന്നു. നമുക്ക് ഏവർക്കും വിത്ത് മുളച്ചു വരുന്ന ആ രംഗം ഒന്ന് വിണ്ടുകീറി പുറത്തേക്ക് വരുന്ന രംഗം ഓർമ്മയുണ്ടാകും. അത് വിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ എടുത്തു പറയുകയാണ്. എന്തിനാണത്? ഇന്നല്ലദീ അഹ്യാഹാ ലമുഹിയിൽ മൗതാ, തീർച്ചയായും അതിനെ ജീവിപ്പിക്കുന്നവൻ, ലമുഹിയിൽ മൗതാ, മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. മരണാനന്തര ജീവിതത്തെ സംശയമുള്ളവർക്ക് വിശുദ്ധ ഖുർആൻ മഴ വെച്ച് പഠിപ്പിക്കുകയാണ്. മഴ പെയ്യുമ്പോൾ വറ്റിവരണ്ട ഭൂമിയിൽ നിന്ന് വിത്തുകൾ പുറത്തേക്ക് മുളച്ചു വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഒന്നും മുളക്കില്ല എന്ന് വിധി എഴുതുന്ന ക്രിക്കറ്റിന്റെ പിച്ചിൽ നിന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ സെൻട്രൽ ഭാഗത്തുകൂടി ജൂൺ ജൂലൈ മാസത്തിൽ നടന്നു പോകുമ്പോ അവിടുന്ന് സസ്യങ്ങൾ മുളച്ചു പൊന്തിയിരിക്കുന്നു. ഏതുപോലെയാണ് ഖബർസ്ഥാന്റെ സമീപത്തുകൂടി പോകുമ്പോ ഇവരൊക്കെ ഇനി എണീറ്റ് വരുമോ? അങ്ങനെ ഉണ്ട് എന്നൊക്കെ മദ്രസയെ കേട്ടു, ഖുതുബയെ കേട്ടു, ഉണ്ടെങ്കിലായി. അല്ല, ഇന്നല്ലദീ അഹ്യാഹാ ലമുഹിയിൽ മൗതാ. അതെ, വിത്തുകളെ വറ്റിവരണ്ട ഭൂമിയിൽ നിന്നും വിത്തുകളെ മുളപ്പിക്കുന്നത് അതേപോലെയാണ്. ഇന്നല്ലദീ അഹ്യാഹാ ലമുഹിയിൽ മൗതാ, തീർച്ചയായും അതിനെ ജീവിപ്പിക്കുന്നവൻ, മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിവുള്ളവൻ തന്നെയാകുന്നു. അതുകൊണ്ട് മരണാനന്തര ജീവിതത്തിൽ യാതൊരു സംശയവും ഒരു സത്യവിശ്വാസിക്കില്ല. സംശയമില്ലാത്ത അവസ്ഥ ദൃഢമാകും തോറും അവന്റെ മനസ്സ് വിശാലമാകും, അവൻ പ്രവർത്തനങ്ങളിലേക്ക് മുഴുകും, അവൻ ജീവിതത്തിലേക്ക് വരുന്ന പ്രയാസങ്ങളെ അതിഥികളെ പോലെ സ്വീകരിക്കും. കാരണം എന്താ? മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അത് സത്യമാണ്. വബില്ലാഹിറതി ഹും യൂഖിനൂൻ, ആഖിറത്തിൽ അവർ ദൃഢവിശ്വാസികളാണ്. ഒരു സംശയവുമില്ലാതെ മരണാനന്തര ജീവിതത്തിൽ അവർ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ജീവിതമല്ല, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ, പക്ഷേ അവർ ദുനിയാവിനെ, ഇഹലോക ജീവിതത്തെ തെരഞ്ഞെടുക്കുന്നു, അതിന് പ്രാധാന്യം നൽകുന്നു. മനുഷ്യരുടെ അവസ്ഥ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അവർ ദുനിയാവോ എന്ന് പറഞ്ഞാണ് മുന്നോട്ട് പോകുന്നത്. വല്ലാഖിറതു ഖൈറും വഅബ്ഖാ, ആഖിറത്ത് എന്ന് പറഞ്ഞാൽ, മരണാനന്തര ജീവിതം എന്ന് പറഞ്ഞാൽ ഖൈറുൻ, അതാണ് ഉത്തമം, വഅബ്ഖാ, അതാണ് അവശേഷിക്കുന്നത്. നോക്കൂ, നമ്മളെ ഉപദേശിക്കാൻ, നമ്മളെപ്പറ്റി ഏറ്റവും അറിയുന്ന റബ്ബല്ലാതെ ആരാണുള്ളത്? നമ്മുടെ മകൻ ഒരു കോഴ്സ് കഴിഞ്ഞു, SSLC കഴിഞ്ഞു, +2 കഴിഞ്ഞു, എന്നിട്ട് നിങ്ങളുടെ മകന്, നിങ്ങളുടെ മകൾക്ക് ഇന്ന കോഴ്സാണ് നല്ലത് എന്ന് കൃത്യമായ ഒരു ഡയറക്ഷൻ നമുക്ക് കിട്ടിയാൽ ആ പറഞ്ഞു തരുന്ന ആളോട് നമുക്ക് എത്രമാത്രം കടപ്പാടുണ്ടാകും? എങ്കിൽ പടച്ചോൻ പറയാണ്, വൽ ആഖിറതു ഖൈറും വഅബ്ഖാ, നിങ്ങൾക്ക് നല്ലത് ആഖിറത്താണ്, ആഖിറത്താണ് ഖൈറ്, അതാണ് ബാക്കിയാകുന്നത്. ഇത് ബാക്കിയാകില്ല. ഞാനും നിങ്ങളും മരണപ്പെട്ടാൽ
നമ്മുടെ കട അനാഥമാകില്ല. നമ്മളിരുന്ന സീറ്റിൽ മറ്റൊരാൾ ഇരിക്കും. ഒരുപക്ഷെ നമ്മൾ മരിച്ചു എന്ന കാരണത്താൽ ആ കട ഒന്ന് ഉഷാറാകാൻ സാധ്യതയുണ്ട്. പാപ്പാക്ക് ചില നിബന്ധനയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഞങ്ങളൊന്ന് ഉഷാറാക്കാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കണ്ട, നമ്മൾ മരിച്ച ആ വീടാകെ പ്രശ്നമാകും, നാടാകെ പ്രശ്നമാകും. നമ്മുടെ ഒരു സ്ഥലത്തും ഒരു പ്രശ്നവും ഇല്ല. കുറച്ചു ദിവസം നമ്മളെ കുറിച്ച് ഒരു ചർച്ചയുണ്ടാകും. അത്രയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ അമലുമായി നമ്മൾ തിരിച്ചുപോയി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇത് ആഖിറത്തിലേക്കുള്ള മസ്റഅാണ്. ഇത് കൃഷിയിടമാണ്. ഇവിടെ മരണാനന്തര ജീവിതത്തിലേക്ക് സമ്പാദിക്കുക എന്നതാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാനുള്ളത്. ആ മരണാനന്തര ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ജീവിച്ചാൽ ഇഹലോകത്ത് നമുക്ക് സമാധാനമുണ്ടാകും. ഒരു സംശയവുമില്ല. പടച്ചോനെ പേടിച്ച് ജീവിച്ചാൽ ആ വ്യക്തി ഒരു നല്ല ഭർത്താവാകും, നല്ല ഭാര്യയാകും, നല്ല മകനും നല്ല ഉപ്പയുമായി മാറും. ഒരു സംശയവുമില്ല. അതാണ് ഇസ്ലാം. അതെ, ശാന്തി, സമാധാനം ലോകത്തിന്റെ സൃഷ്ടാവിന് സമർപ്പിക്കുക വഴി ഒരു മനുഷ്യൻ നേടിയെടുക്കുന്ന ശാന്തിയെ കുറിക്കുന്ന, സമാധാനത്തെ കുറിക്കുന്ന പേരാണ് ഇസ്ലാം എന്നത്. അതൊരു വ്യക്തിയുടെ പേരല്ല, അതൊരു പ്രദേശത്തിന്റെ പേരല്ല, അതൊരു ആദർശത്തിന്റെ പേരാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇവിടെയുള്ള മതത്തിന്റെ പേരാണത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്ഥാപിച്ച മതമല്ല ഇസ്ലാം. ഇസ്ലാമിന്റെ സ്ഥാപകൻ റസൂലുള്ളാഹിയല്ല, മറിച്ച് ആദം നബി അലൈഹിസ്സലാം മുതൽ ഈ മതം ഇവിടെയുണ്ട്. ആ മതത്തിന്റെ ലാസ്റ്റ് എഡിഷൻ റസൂലുള്ളാഹിയിലൂടെ നമുക്ക് കിട്ടി, വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കിട്ടി. അതുകൊണ്ട് ആദിമ മനുഷ്യന്റെ മതവും അവസാനത്തെ മനുഷ്യന്റെ മതവും ഒന്നു തന്നെ. ഏതാണ് മതം? ലോകത്തിന്റെ സൃഷ്ടാവിന് സമർപ്പിക്കുന്ന മതം. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയും ചിന്തയും അതിന് പരിമിതിയുണ്ട്. എന്നാൽ നമുക്കെല്ലാവർക്കും ബുദ്ധി നൽകിയ പടച്ചോൻ അവനാണ് യഥാർത്ഥത്തിൽ ഹിദായത്ത് നൽകാൻ, മാർഗദർശനം നൽകാൻ ഏറ്റവും യോഗ്യൻ. ഈ മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ച, മുഴുവൻ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ. ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി ഹാദാ ഖൽഖുല്ലാഹ്. ഇതെല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. പടച്ചവനല്ലാത്തതെല്ലാം പടച്ചവന്റെ സൃഷ്ടിയാണ് സഹോദരങ്ങളെ. എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. എന്നിട്ട് ഖുർആന്റെ ചോദ്യം ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. പടച്ചവനല്ലാത്ത വല്ലവരും വല്ലതിനെയും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കാണിച്ചു തരുവീൻ. ഒരു മണ്ടരി എടുത്തിട്ട്, ഒരു പുൽത്തകിട് എടുത്തിട്ട് ഇന്ന ആള് സൃഷ്ടിച്ചതാണെന്ന് പറയാൻ ഈ ഭൂമിയിൽ വല്ലതുമുണ്ടോ? ഈ പ്രപഞ്ചത്തിൽ വല്ലതുമുണ്ടോ? ഖുർആനിന്റെ വെല്ലുവിളിയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ആരാണോ സൃഷ്ടിച്ചത് അവനാണ് ആരാധ്യൻ, അവനാണ് രക്ഷിക്കാൻ സാധിക്കുക. ഇസ്ലാം പറയുന്ന ആദർശം വളരെ കൃത്യമാണ്. സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. രാവിലെ സന്ദർഭങ്ങളിൽ വിശിഷ്യ നമ്മുടെ വീടുകളിൽ സൂറത്തുൽ ബഖറയുടെ പാരായണം ഉണ്ടാകണം. എന്റെ ശബ്ദം കേൾക്കുന്നവരെ, നമ്മളൊക്കെ ചെറുതായ കാലഘട്ടത്തിൽ കഴിഞ്ഞ തലമുറക്ക് പല കുഴപ്പമുണ്ടാകും. പക്ഷേ രാവിലെ ഖുർആനോത്ത് കേട്ടുകൊണ്ടായിരുന്നു നമ്മളൊക്കെ എഴുന്നേറ്റത്. ഇപ്പോൾ അത് അപ്രത്യക്ഷമാകുന്നുണ്ടോ? എങ്കിൽ അപകടം മണക്കണം. കാരണം സൂറത്തുൽ ബഖറ നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്താലുള്ള ഗുണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. യഫിറു ശൈത്താൻ, ശൈത്താൻ വിരണ്ടോടും. സകല തിന്മകളുടെയും പ്രേരണ പിശാചാണല്ലോ. ആ പിശാചിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാവൽ കിട്ടാൻ നമ്മുടെ വീടുകളിലൊക്കെ രാവിലെ സന്ദർഭങ്ങളിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം, വിശിഷ്യ സൂറത്തുൽ ബഖറയുടെ പാരായണം ഉണ്ടാകണം. ആ ബഖറയിലെ 21-ാമത്തെ ആയത്താണ് നമ്മൾ ഓതി വെച്ചത്. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, മനുഷ്യരെ, മുസ്ലിങ്ങളെ എന്നല്ല, മുസ്ലിങ്ങൾ ഉൾപ്പെടെ മുഴുവൻ മനുഷ്യരെയും വിളിക്കുന്നു. വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളുടേത് മാത്രമല്ല, ഹുദൻ ലിന്നാസ്, മാനവർക്കുള്ള മാർഗദർശനമാണ്. മുഴുവൻ ജനങ്ങൾക്കുമുള്ള ഖുർആൻ എങ്ങനെയാണ് മുസ്ലിങ്ങൾ സ്വകാര്യ സ്വത്തായി വെക്കുക? അത് അന്യായമാണ്. ജനങ്ങൾക്ക് മൊത്തമുള്ളതാണ് ഖുർആൻ.
അതുകൊണ്ടാണ് യാ അയ്യുഹന്നാസ് ജനങ്ങളെ ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷകനെ ആരാധിക്കണം. അപ്പോൾ മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളും ആരാധിക്കുന്നവരാണ്, ആരാധനകളും പൂജകളും അത് വഴിപാടുകളും ചെയ്യുന്നവരാണ്. അവരോട് പറയുന്നു, യഥാർത്ഥത്തിൽ അത് ചെയ്യേണ്ടത് ആരാണോ സൃഷ്ടിച്ചത് അവനാണ് ഇബാദത്ത്. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാണ് ആരാധന. ഒരു കാര്യം ആരാധനയാകണമെങ്കിൽ അതിൽ പ്രാർത്ഥനയുണ്ടാകണം. പ്രാർത്ഥന അടങ്ങുന്ന സർവ്വകാര്യങ്ങൾക്കും യോഗ്യനാരാണ്? വിശുദ്ധ ഖുർആൻ പറയുന്നത് മുഹമ്മദ് നബിയാണ് എന്നല്ല, പ്രവാചകന്മാരാണ് എന്നല്ല. ആ പ്രവാചകന്മാരും സൃഷ്ടികളാണ്. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് എടുക്കുക. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ. അതുകൊണ്ട് ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്തുള്ള അഖീദ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം ഒന്നു തന്നെയാണ്, സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക. നോക്കൂ സഹോദരങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. ഈ വെള്ളിയാഴ്ച ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ വെള്ളിയാഴ്ച ശ്രദ്ധിക്കാതെ പോയോ? അടുത്ത വെള്ളിയാഴ്ച ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം, വെള്ളിയാഴ്ചയിലെ പ്രത്യേക കുളി, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളോടൊപ്പം ഹബീബായ റസൂലുള്ളാഹി പഠിപ്പിച്ചു, അക്സിറു അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ ദിവസമാണ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച ആണും പെണ്ണും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താ? ഒരെണ്ണവും പഠിപ്പിച്ചില്ല. അക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണം. എന്ത്? റസൂലുള്ളാഹിയുടെ പേരിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുടെ പേര് പറയുമ്പോൾ നമ്മുടെ ചുണ്ട് ചലിച്ചേ പറ്റൂ. കാരണം റസൂലുള്ളാഹി പഠിപ്പിച്ചു, എന്റെ പേര് ഓർമ്മിപ്പിക്കപ്പെട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവന്റെ അടുത്തു നിന്നും അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ദൂരെ പോകട്ടെ. മറ്റൊരു ഹദീസിൽ പിശുക്കന്മാരാണ് എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹിയുടെ പേര് കേൾക്കുമ്പോ മാത്രമല്ല ഹദീസിൽ പറഞ്ഞത് യുദ്കറു എന്നാണ്. റസൂലുള്ളാഹിയെ പറ്റി ഓർമ്മ വന്നാൽ ഒരു നിരീശ്വരവാദി റോഡ് സൈഡിൽ ഒരു മൈക്ക് കെട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ ചീത്ത പറയുകയാണെന്ന് കരുതിക്കോ. ആ സന്ദർഭത്തിൽ നമ്മൾ ബസ്സിലൂടെ പോകുന്നുവെങ്കിൽ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോ ആ ബസ്സിന്റെ സീറ്റിലിരുന്ന്, കാറിലിരുന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പടച്ചവനെ റസൂലുള്ളാഹിക്ക് രക്ഷയും സമാധാനവും നൽകണമേ എന്ന് റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ വെള്ളിയാഴ്ച വന്നാൽ റസൂലുള്ളാഹിക്ക് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കണം. എന്താണ് സ്വലാത്ത്? സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സ്വലാത്താണ് ഇബ്രാഹിമി സ്വലാത്ത്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് അഹ്സാബിലെ 56-ാമത്തെ ആയത്തിലൂടെ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ, ഈമാനുള്ളവരെ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി രക്ഷക്കും സമാധാനത്തിനും പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം, സ്വലാത്ത് ചൊല്ലണം എന്ന ആയത്ത് വന്നപ്പോ മഹാന്മാരായ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും റസൂലിന്റെ അടുത്ത് പോയി ചോദിച്ചു, കൈഫ നുസല്ലി, സലാം ഞങ്ങൾക്കറിയാം, കൈഫ നുസല്ലി, ഞങ്ങൾ എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? ആ സ്വലാത്ത് ചൊല്ലേണ്ടത് എങ്ങനെയെന്ന് ഹബീബ് അവിടുത്തെ തിരുനാവിലൂടെ പഠിപ്പിച്ചു കൊടുത്ത സ്വലാത്താണ് ഇബ്രാഹിമി സ്വലാത്ത്. അഥവാ ഇബ്രാഹിം നബിക്കും അവിടുത്തെ അഹ്ലുകാർക്കും നീ ഗുണം ചെയ്തതുപോലെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. പടച്ചവനെ, ഇബ്രാഹിം നബിക്കും അവിടുത്തെ അഹ്ലുകാർക്കും നീ ഗുണം ചെയ്തതുപോലെ റസൂലുള്ളാഹിക്കും അവിടുത്തെ അഹ്ലുകാർക്കും നീ ഗുണം ചെയ്യണമേ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, അല്ലാഹുവേ റസൂലുള്ളാഹിയുടെ മേൽ നീ ബറക്കത്ത് ചൊരിയണേ, അവിടുത്തെ അഹ്ലുകാരുടെ മേലും നീ ബറക്കത്ത് ചൊരിയണേ. ഇതുപോലെ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം, ഇബ്രാഹിം നബിക്കും അവിടുത്തെ അഹ്ലുകാർക്കും നീ ബറക്കത്ത് ചെയ്തതുപോലെ. അപ്പൊ എന്താണ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ ചെയ്യുക. ഒരൊറ്റ പ്രാവശ്യം റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ ചെയ്താൽ
റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ 10 നന്മ, ചുരുങ്ങിയത് 10 കൂലി നമുക്ക് കിട്ടും. നോക്കൂ, ഇസ്ലാമിന്റെ പ്രത്യേകത എന്താ? ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി സ്നേഹിക്കേണ്ടത് ആരെയാണ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളുടെയും ഈമാൻ പൂർണ്ണമാവുകയില്ല തന്നെ ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, മുഴുവൻ മനുഷ്യരെക്കാളും ഞാൻ അഥവാ റസൂലുള്ള നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാകുന്നതുവരെ നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല. ആ റസൂലുള്ളാഹിക്ക് വേണ്ടി അവിടുത്തോടുള്ള സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അവിടുത്തേക്ക് വേണ്ടി നിരന്തരമായി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. എത്ര സ്വലാത്ത് ചൊല്ലിയാലും അത്രയും നമ്മൾ അല്ലാഹുവോട് അടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഒരു സ്വലാത്തിന് 10 നന്മ നമുക്ക് കിട്ടും. അപ്പൊ ഇസ്ലാമിന്റെ പ്രത്യേകത എന്താ? ഇസ്ലാമിൽ ഏറ്റവും നമുക്ക് കടപ്പാടുള്ള റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കണം. ഉപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ, ഭാര്യ മരിച്ചാൽ, മകനോ മകളോ മരിച്ചാൽ മയ്യത്ത് നമസ്കാരം ഉണ്ടാകും. നമസ്കാരത്തിന്റെ പേരെന്താ? മയ്യത്ത് നമസ്കാരം. മയ്യത്തിന് വേണ്ടിയുള്ള നിസ്കാരം അല്ലേ? എന്നാൽ ആ നിസ്കാരത്തിൽ കൈകെട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഹംദ് പറയണം. സൂറത്തുൽ ഹംദ് നമ്മളെ മുസ്ലിമാക്കിയ, മയ്യത്ത് നമസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ച റബ്ബിന് സ്തുതി പറയണം. അതാണ് സൂറത്തുൽ ഫാത്തിഹ. മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യും മുമ്പ് എന്നെ ഞാനാക്കിയ, എന്നെ ഈ മയ്യത്ത് നമസ്കരിക്കുന്ന അവസ്ഥയിൽ മുസ്ലിമാക്കി മാറ്റിയ റബ്ബേ നിനക്കാണ് സ്തുതി. സൂറത്തുൽ ഹംദ്, സൂറത്തുൽ ഫാത്തിഹ. അത് കഴിഞ്ഞാൽ നമസ്കാരത്തിന്റെ പേര് മയ്യത്ത് നമസ്കാരമാണെങ്കിലും ആ മുന്നിൽ കിടക്കുന്ന, ആ മരിച്ചു കിടക്കുന്ന ഉപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ നമുക്ക് പ്രിയപ്പെട്ട ഒരാളുണ്ട്. അത് ഈ മയ്യത്ത് നമസ്കാരം പഠിപ്പിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഉപ്പാക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുമ്പോ ആ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ അടുത്തത് സ്വലാത്താണ്. റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ ചെയ്യണം. റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ ചെയ്ത ശേഷമാണ് മൂന്നാമത്തെ തക്ബീറിൽ ആ മരിച്ചു കിടക്കുന്ന ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മകന് വേണ്ടി, മകൾക്ക് വേണ്ടി, സുഹൃത്തിന് വേണ്ടി, ആ വിശ്വാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഈ സ്വലാത്ത് പഠിച്ചാൽ ഒരിക്കലും നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ തെറ്റുപറ്റില്ല. കാരണം ഈ ലോകത്ത് പടച്ചവനല്ലാത്ത ആരോടെങ്കിലും നമുക്ക് തേടാമായിരുന്നുവെങ്കിൽ അത് റസൂലുള്ളാഹിയോടായിരുന്നുവല്ലോ. എന്നാൽ ആ റസൂലുള്ളാഹിക്ക് വേണ്ടി പടച്ചവനോട് തേടാതെ ഇശ നമസ്കാരം പൂർണ്ണമാകില്ലല്ലോ. സുന്നത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു. എല്ലാ സന്ദർഭത്തിലും പടച്ചവനെ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യണേ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വെള്ളിയാഴ്ച വന്നാലോ അത് കൂടുതൽ വർദ്ധിപ്പിക്കണം. അപ്പോൾ ഇസ്ലാമിന്റെ പ്രത്യേകത മഹാന്മാരെ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, സ്നേഹിക്കുന്നത്, മഹാന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. അതാണ്. മറ്റൊന്നോ റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. പറയുക നബിയെ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ റസൂലുള്ളാഹിയെ ഇത്തിബാ ചെയ്യുക. അപ്പോൾ റസൂലുള്ളാഹിയോടുള്ള സ്നേഹത്തിന്റെ രണ്ടാമത്തെ വശം റസൂലുള്ളാഹിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കുക. ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും റസൂലുള്ളാഹി എന്ത് പഠിപ്പിച്ചോ, നിനക്ക് തുപ്പണോ അത് ഇടതു ഭാഗത്തേക്കാണ്, നിനക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങണോ അത് ഇടത് കാല് വെച്ചാണ്, പിന്നെ വലത് കാല് വെച്ചാണ് ചെരുപ്പിടേണ്ടത്. ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും നീ ബസ്സിലേക്ക് കയറി, നീയും നിന്റെ സുഹൃത്തുമുണ്ട്, രണ്ടാളിരിക്കുന്ന സീറ്റാണ്. അപ്പോൾ നിന്റെ ഒരു സുഹൃത്ത് വന്നു, ഇരുത്താൻ പറ്റില്ല. ഇരുത്തണമെങ്കിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചു മറ്റേയാളെ സമ്മതം കിട്ടണം. ഇവിടെ ഇരുന്നോട്ടെ, സമ്മതിച്ചാൽ നമ്മൾ ഭൂരിപക്ഷമായാലും അയാളെ സൈഡാക്കാൻ പറ്റില്ല. ഭൂരിപക്ഷമായി നിങ്ങൾ അടങ്ങിയാൽ ഇരുന്നോളി, പറ്റില്ല. നമ്മൾ മൂന്നാമതൊരാളെ ഇരുത്തണമെങ്കിൽ മറ്റേയാളോട് സമ്മതം ചോദിക്കണം. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യണം, റസൂലുള്ളാഹിയെ ഇത്തിബാ ചെയ്യണം.
വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ റസൂലുള്ളാഹി ഇത്തിബാ ചെയ്യണം. ഒരിക്കലും വീട്ടുകാരോടുള്ള ദേഷ്യവുമായി അവരോടുള്ള പകയുമായി ചെല്ലരുത്. എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും റസൂലുള്ളാഹി വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ വളരെ സമാധാനത്തോടു കൂടിയാണ് കടന്നു ചെന്നത്. വിഷമമൊക്കെ പിന്നീട് പറയും. റസൂലുള്ളാഹി ഇത്തിബാ ചെയ്യുന്ന ഭാര്യയാണോ ഉമ്മയാണോ, എന്തൊക്കെ പ്രയാസം വീട്ടിലുണ്ടെങ്കിലും ഭർത്താവ് കടന്നു വരുമ്പോ ഉപ്പ കടന്നു വരുമ്പോ സമാധാനപരമായിരിക്കും ആ വീടിന്റെ അന്തരീക്ഷം. ബിസ്മില്ലാ എന്ന് പറയാതെ ഒരു വിശ്വാസിയും വീട്ടിലേക്ക് പ്രവേശിക്കില്ല. വീട്ടുകാർക്ക് സലാം പറയാതെ അങ്ങോട്ട് പ്രവേശിക്കില്ല. ഫത്തബിയൂനി, നിങ്ങൾ എന്നെ ഇത്തിബാ ചെയ്യണം. ഇങ്ങനെ ജീവിതം മുഴുവനും നമുക്ക് ബോധമുള്ളപ്പോഴൊക്കെ ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഇത്തിബാ ചെയ്യണം. അപ്പോൾ സഹോദരങ്ങളെ, ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ മഹാനായ റസൂലുള്ളാഹിക്ക് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കാനാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത്, ഇസ്ലാമിന്റെ സൈദ്ധാന്തിക അടിത്തറ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അത് നമ്മൾ വിചാരിക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് പറയാനാ? അത് നമുക്കൊക്കെ അറിയുന്ന കാര്യമല്ലേ. നമ്മൾ കുട്ടി ഉറക്കുമ്പോൾ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബാങ്ക് കേൾക്കുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതെന്ത് പറയാനാ? മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങളോട് ചോദിച്ചു, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഹേ ജനങ്ങളെ, നിങ്ങൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്, നിങ്ങളുടെ മനസ്സുകളിൽ എത്ര എത്ര ഇലാഹുകളാണ്. കുല്ല ശൈഇൻ തഅ്തമിദു അലൈഹി വതസ്ഖു ബിഹി മിൻ ദൂനിക ഫഹുവ സനമുക, അല്ലാഹുവിന് പുറമെ നീ ഏതൊന്നിനെ ആശ്രയിക്കുന്നുവോ അവലംബിക്കുന്നുവോ അത് നിന്റെ മനസ്സിലുള്ള വിഗ്രഹമാണ്. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ തള്ളിപ്പറയുന്ന പുത്തൻവാദികൾ നമ്മുടെ നാട്ടിൽ എല്ലാ സ്ഥലത്തുമുണ്ട്. മഹാനവറുകൾ എന്ത് പഠിപ്പിച്ചു എന്നറിയാത്തത് കൊണ്ടാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥങ്ങൾ, ഫുതുഹുൽ ഗൈബ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ, അൽ ഗുനിയ പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഒരൊറ്റ ആവർത്തി വായിച്ചാൽ ഒരിക്കലും ശൈഖിനെ തള്ളിപ്പറയാൻ നമുക്ക് സാധ്യമല്ല. അവിടുന്ന് പഠിപ്പിക്കുന്നു, വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. റസൂലുള്ളാഹിയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് ചോദിക്കണം. ആര് പഠിപ്പിച്ചു? മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടണം. ഇതാണ് ശൈഖ് പഠിപ്പിച്ചത്. എന്നാൽ സഹോദരങ്ങളെ, ശൈഖ് ഈ ലോകത്തോട് വിട പറഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ത്വരീഖത്ത് രൂപപ്പെട്ടു, ഖാദിരിയ ത്വരീഖത്ത് എന്ന പേരിൽ, ശൈഖിന്റെ പേരിൽ. ആ ത്വരീഖത്തിന്റെ ആളുകൾ ശൈഖിന്റെ പേരിൽ ചില കാര്യങ്ങൾ എഴുതിയുണ്ടാക്കി. മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ലോകത്തോട് വിട ഈ ലോകത്തേക്ക് വരുന്നത് ഹിജ്റ 471-ലാണ്. ഹിജ്റ 471-ലാണ് അവിടുന്ന് ഈ ലോകത്തേക്ക് വരുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന കുത്തുബിയത്തും മറ്റും ഉണ്ടായത് ഹിജ്റ 1030-ലാണ്. ഹിജ്റ 1030-കളിലാണ് അത് വരുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എത്ര വർഷത്തിന്റെ ദൂരമുണ്ട്. അഥവാ കുത്തുബിയത്ത് ശൈഖ് കണ്ടിട്ടേയില്ല. പിൽക്കാലഘട്ടത്തിൽ ആളുകൾ എഴുതിയതാ. അതിൽ പറയുന്നു, ആരെങ്കിലും ഒഴിഞ്ഞിരുന്നു കൊണ്ട് 1000 വട്ടം എന്നെ വിളിച്ചാൽ ആ വിളിക്കുന്നവന്റെ വിളിക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ഉത്തരം ചെയ്യും. ഈ പറഞ്ഞ വാചകം ഖുർആനാണോ ഹദീസാണോ? സ്വഹാബാക്കളിൽ ആരെങ്കിലും പറഞ്ഞതാണോ? ഉത്തമ നൂറ്റാണ്ടിൽ ആരെങ്കിലും പറഞ്ഞതാണോ? ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ ഇമാം പറഞ്ഞോ? ഇല്ല. ചെല്ലുന്നവർ തന്നെ പറയും അതില്ല. അത് കായൽ പട്ടണത്ത് ജനിച്ചു വളർന്ന അദ്ദേഹം ഉണ്ടാക്കിയത് എല്ലാവരും സമ്മതിക്കും. അത് സദഖത്തുല്ലാഹിൽ കാഹിരി എഴുതിയതാണ്. സദഖത്തുല്ലാഹിൽ കാഹിരി എപ്പോഴാ വന്നത്? ഹിജ്റ 1030-കളിലാണ് അദ്ദേഹം ജനിക്കുന്നത് തന്നെ. അദ്ദേഹം എഴുതിയുണ്ടാക്കിയ കുത്തുബിയത്ത്, ആ കുത്തുബിയത്തിൽ ശൈഖിനെ അപമാനിക്കുന്നു. ശൈഖ് പഠിപ്പിച്ചത് വഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്.
നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവോട് ചോദിക്കണം, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവോട് സഹായം തേടണം. എന്നാൽ ഷെയ്ഖി ലോകത്തോട് വിട പറഞ്ഞ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനിച്ച തമിഴ്നാട്ടിലെ കായൽപ്പട്ടത്തിൽ ജനിച്ച സദഖത്തുല്ലാഹിൽ കാഹിരി പറയുന്നു, 1000 വട്ടം ഷെയ്ഖിനെ വിളിക്കണം. 1000 വട്ടം ഒരൊറ്റ ഇരിപ്പിൽ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ നാട്ടിലെ പലരും? ഇല്ലല്ലോ സഹോദരങ്ങളെ. അതുകൊണ്ട് ഷെയ്ഖിനെ തള്ളിപ്പറയരുത്, റസൂലുള്ളാഹിയെ തള്ളിപ്പറയരുത്, ഇസ്ലാമിന്റെ ആശയങ്ങളെ തള്ളിപ്പറയരുത്. പുത്തൻ വാദത്തിലെങ്ങാനും നമ്മൾ പെട്ടുപോയാൽ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഫസാദിലായി പോകും, നമ്മുടെ പരലോകം നഷ്ടത്തിലായി പോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹാന്മാരുടെ മാർഗം, അമ്പിയാക്കന്മാരെ തള്ളിപ്പറയുന്നവർക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ സ്ഥാനമില്ല. ഔലിയാക്കന്മാരെയും ശുഹദാക്കളെയും തള്ളിപ്പറയുന്നവർക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ സ്ഥാനമില്ല. കാരണം ഞാൻ ആദ്യം ഓതി വെച്ചു, ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോടേ ഞങ്ങൾ സഹായം തേടൂ. അതാണ് അർത്ഥം എഴുതിയപ്പോ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് കോഴിക്കോട് വലിയ കാലം എഴുതി വെച്ചത്, കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് എഴുതി വെച്ചത്, അതേപോലെയുള്ള സമസ്ത അംഗീകരിക്കുന്ന പണ്ഡിതന്മാരും എഴുതി വെച്ചത് അതേ അർത്ഥം തന്നെ. ആ പ്രതിജ്ഞ ചൊല്ലുമ്പോ പടച്ചോൻ പറയും, ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കാര്യമാണ്, എന്റെ അടിമ അവൻ ആവശ്യമുള്ളത് ചോദിച്ചു കൊള്ളട്ടെ. അപ്പോൾ നമ്മുടെ ചോദ്യം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ വഴി നടത്തണമേ. ഹിദായത്താണ് വേണ്ടത്. നമ്മുടെ മകളെ കല്യാണം കഴിക്കുന്ന വിഷയമല്ല അപ്പ പറയുന്നത്, നമ്മുടെ മറ്റൊരു വിഷയമല്ല, നമുക്ക് ഹിദായത്ത് കിട്ടണമെന്നാണ്. അതിന്റെ ശേഷം എന്താ പറയുന്നത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, പടച്ചവനെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. സൂറത്തുൻ നിസാ പഠിപ്പിക്കുന്നു, ആരാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, നബിമാരുടെ, സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ മാർഗത്തിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ എന്ന്. അപ്പോൾ അമ്പിയാക്കന്മാരെ തള്ളിപ്പറഞ്ഞാൽ സ്വർഗമില്ല, ഹിദായത്തില്ല. സിദ്ദീഖീങ്ങളെ, ശുഹദാക്കളെ, സ്വാലിഹീങ്ങളെ തള്ളിപ്പറഞ്ഞാൽ നമുക്ക് ഹിദായത്ത് ലഭിക്കില്ല. അവരുടെ മാർഗം, ആ മാർഗമാണ് നമ്മളും പിൻപറ്റേണ്ടത്. അപ്പോൾ സഹോദരങ്ങളെ, അമ്പിയാക്കന്മാരിൽ നബിമാരിൽ ഒന്നാമൻ മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം. അവിടത്തേക്ക് ഒരു പ്രയാസം വന്നപ്പോ അവൻ എന്ത് ചെയ്തു? വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, റബ്ബനാ സലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നമ്മളൊക്കെ വിശുദ്ധ ഖുർആനിലൂടെ ഓതുകയാണ്. അതെ പടച്ചവനെ, ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയി, നീ ഞങ്ങളോട് പൊറുത്തിട്ടില്ല എങ്കിൽ, നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും. അതേ പഴമ എന്താണ് സഹോദരങ്ങളെ? ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും, അവർക്കൊരു പ്രയാസം വന്നപ്പം ആരോട് തേടി? ഉത്തരം കൃത്യം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, റബ്ബിനോട് തേടി. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ചു. ആരോട് തേടി? റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ സ്വാലിഹീങ്ങളിൽ നിന്നൊരു സന്താനത്തെ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കഴിഞ്ഞു പോയ എത്രയോ പ്രവാചകന്മാരുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാം ഉൾപ്പെടെ. ആ ഒരൊറ്റ പ്രവാചകനെയും അല്ല വിളിച്ചത്. നൂഹ് നബി വിളിച്ച പടച്ചവനെയാണ്, ആദം നബി വിളിച്ച പടച്ചവനെയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തനിക്കൊരു കുഞ്ഞുണ്ടാകേണ്ട ആവശ്യം വന്നപ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തത് പടച്ചവനോടാണ്. ഇങ്ങനെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ ഏതേതെടുത്ത് പരിശോധിച്ചു നോക്കിയാലും റബ്ബനാ, അല്ലാഹുമ്മ, റഹ്മാനേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അമ്പിയാക്കന്മാരുടെ മാർഗം കൈവിടരുതേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പോവുകയാണ്. 3 ഇരട്ടിയോളം സൈന്യമാണ് മറുഭാഗത്തുള്ളത്. 300-ൽ പരം മാത്രം ഇപ്പുറത്ത്. ഒട്ടിയ വയറും മുറിഞ്ഞ വാളുമാണുള്ളത്. ഇപ്പുറത്തുള്ള ഒരാളെ വളയാൻ അപ്പുറത്ത് 1000-ഓളം ആളുകളുണ്ട്. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഇസ്ലാമിന്റെ കഥ കഴിയും. അത്രയും ദുർബലരാണ് നമ്മൾ വിശ്വാസികൾ ഭൗതികമായി നോക്കിയാൽ. ആ സന്ദർഭത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉലുൽ അസ്മിൽപ്പെട്ട മൂസാ നബിയെ കാക്കണേ എന്ന് വിളിച്ചോ? ഈസാ നബിയെ രക്ഷിക്കണേ എന്ന് വിളിച്ചോ? ഇബ്രാഹിം നബിയോട് തേടിയോ? നൂഹ് നബി അലൈഹിസ്സലാമിനോട് തേടിയോ? ഇല്ലല്ലോ. എന്താണ് അവർ തേടിയത്? വിശുദ്ധ ഖുർആൻ ആ കാര്യം
എട്ടാം അധ്യായം സൂറത്ത് അൻഫാലിലെ 9-ാമത്തെ ആയത്തിലൂടെ ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ തേടിയ, സഹായം തേടിയ സന്ദർഭം. ഫസ്തജാബ ലക്കും, അപ്പോൾ നാം നിങ്ങൾക്ക് ഉത്തരം നൽകി. അതെ, ആ ബദറിന്റെ ഘട്ടത്തിൽ നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രയാസം നീങ്ങാൻ ആരോട്, അഥവാ ബദറിൽ പരാജയപ്പെടുക എന്ന മുസീബത്ത് നിന്ന് രക്ഷപ്പെടാൻ ഞാൻ നിങ്ങളും ഷഹാദത്ത് പറയുന്ന റസൂലുള്ള ആരോട് തേടി? മുസ്ലിയാരും മൗലവിയല്ല, ഖുർആൻ പറയട്ടെ, ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് തേടിയ സന്ദർഭം. ആ ബദരീങ്ങൾ റബ്ബിനോട് തേടി. ബദരീങ്ങളുടെ മാർഗം തെറ്റിയാൽ നമ്മൾ നരകത്തിലെത്തും. ബദരീങ്ങളെ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ നരകമുറപ്പ്. ബദരീങ്ങളോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ പോകണോ? ബദരീങ്ങൾക്കൊരു മുസീബത്തുണ്ടായപ്പോൾ അവരാരോട് തേടി എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. ഇനി മറ്റു രൂപത്തിൽ പറഞ്ഞാൽ ബദരീങ്ങൾ അവരുടെ മുറാദ് ഹാസിലാകാൻ ആരോട് തേടി? എന്താണ് മുറാദ്? ബദറിൽ വിജയിക്കുക എന്ന മുറാദ്. അതാണ് ഏറ്റവും വലിയ മുറാദ്. ദീൻ നിലനിൽക്കണമെങ്കിൽ ബദറിൽ വിജയിക്കണം. ആ മുറാദ് ഹാസിലാകാൻ ബദരീങ്ങൾ ആരോട് തേടി? റബ്ബിനോട് തേടി. എങ്കിൽ ബദരീങ്ങളെ സ്നേഹിക്കുന്നവരെ, കുട്ടി കിണറ്റിലേക്ക് പോകുമ്പോ വിളിച്ചോ, റബ്ബേ കാക്കണേ. ആ കിണറിനെ സൃഷ്ടിച്ചത്, ആ കുട്ടിയെ സൃഷ്ടിച്ചത്, ആ വെള്ളത്തെ സൃഷ്ടിച്ചത്, ആ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത് റബ്ബിന് മാത്രമാണ്. അതാണ് റസൂൽ പഠിപ്പിച്ചത്. നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവോട് ചോദിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ അടിസ്ഥാനം ഇതാണ്: പ്രാർത്ഥന, ആരാധന, അത് ഇസ്തിഗാസ. ഇങ്ങനെ ഇബാദത്തുമായി ബന്ധപ്പെട്ട സർവ്വ സംഗതികളും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രമാവുക. ഇതിൽ തകരാറ് പറ്റിയാൽ അവന്റെ ഈമാൻ ഫസാദാകും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മരണപ്പെടുന്ന സന്ദർഭത്തിൽ മനസ്സറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണമെങ്കിൽ ഇതിൽ തകരാറ് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു രംഗത്തും റബ്ബല്ലാത്തവരോട് തേടാൻ നമുക്ക് ന്യായമില്ല. ഞാനും നിങ്ങളും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മുശ്രിക്കീൻ എന്ന് പറയുന്ന മക്കയിലെ മുശ്രിക്കുകൾ, ആ മക്കയിലെ മുശ്രിക്കുകൾ നമ്മുടെ നാട്ടിലെ സുന്നി മുജാഹിദ് വ്യത്യാസമില്ലാതെ ഈ മഹലിലെ മുഴുവൻ മനുഷ്യന്മാരും ഖുർആൻ ഓതുമ്പോ മുശ്രിക്കീൻ എന്ന് ഖുർആനിൽ കാണാം. അത് മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചാണ്. ആ മുശ്രിക്കുകളോട് റസൂലുള്ള ചോദിക്കുകയാണ്. റസൂലുള്ളയോട് ചോദിക്കാൻ വേണ്ടി പറയുകയാണ്: വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശ്-ശംസ വൽ ഖമർ ലയഖൂലുന്ന അല്ലാഹ്. അബൂജഹലേ, മക്കയിലെ മുശ്രിക്കുകളെ, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? ആരാണ് സൂര്യചന്ദ്രന്മാരെ ശരിപ്പെടുത്തിയത്? അവർ പറയും ലയഖൂലുന്ന അല്ലാഹ്, തീർച്ചയായും അല്ലാഹുവാകുന്നു. അപ്പൊ മക്കയിലെ മുശ്രിക്ക് പറയുന്നില്ല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ഇബ്രാഹിം നബിയോ ഇസ്മായിൽ നബിയോ ആണെന്ന്. അത് പടച്ചോൻ തന്നെ. ഇനി നമുക്ക് മക്കയെന്ന് കരിപ്പൂരിൽ വിമാനം ഇറങ്ങിയിട്ട് നമ്മുടെ വടക്കാടേക്ക് വരാം. ഇവിടുത്തെ ബഹുമാന്യരായ ഹൈന്ദവരോട്, ചുറ്റുഭാഗത്തുള്ള ക്രൈസ്തവരോട് ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? അവർ പറയുമോ ശ്രീകൃഷ്ണനാണെന്ന്? അവർ പറയുമോ യേശുവാണെന്ന്? അവർ പറയും നിങ്ങളും ഞങ്ങളൊക്കെ പറയുന്ന പടച്ചോൻ തന്നെ. ഇതാണ് മുഴുവൻ വിശ്വാസികളും സർക്കാവ് പടച്ചോനാണ് എന്ന് സമ്മതിക്കുന്നു. അതെ, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്. മറ്റൊരു സ്ഥലത്ത് വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ, ആരാണ് ആകാശത്ത് വെള്ളം ഇറക്കുന്നത്? അവർ പറയും പടച്ചോനാണെന്ന്. മറ്റൊരു സ്ഥലത്ത് ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? അവർ പറയും പടച്ചോനാണെന്ന്. വമൻ യുദബ്ബിറുൽ അംറ, ആരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്? സൂറത്ത് യൂനുസിൽ എന്നവരോട് ചോദിച്ചാൽ അവർ പറയും ലയഖൂലുന്നല്ലാഹ്, തീർച്ചയായും അല്ലാഹുവാകുന്നു. കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണെന്നാണ് മക്കയിലെ പച്ച മുശ്രിക്കിന്റെ വിശ്വാസം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ സഹോദരങ്ങളെ, മക്കയിലെ മുശ്രിക്കും മക്കയിലെ മുസ്ലിമും തമ്മിൽ കുറെ യോജിപ്പുകളുണ്ട്. ഒരു യോജിപ്പ് ഇനി നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ ഇവിടുത്തെ ഏകദൈവാരാധകരും ഇവിടുത്തെ ബഹുദൈവാരാധകരും തമ്മിൽ കുറെ കാര്യത്തിൽ യോജിപ്പുണ്ട്. ഒന്ന്, പടച്ചോനുണ്ട് എന്ന വിഷയത്തിൽ മക്കയിലെ മുസ്ലിമും മക്കയിലെ മുശ്രിക്കും ഒരേ അഭിപ്രായക്കാരാണ്. രണ്ട്, പടച്ചോനാണ് സൃഷ്ടിക്കുന്നതും സംവിധാനിക്കുന്നതും മക്കയിലെ മുസ്ലിമും മക്കയിലെ മുശ്രിക്കും ഒരേ അഭിപ്രായത്തിലാണ്.
ഇനി നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ നമ്മുടെ നാട്ടിലെ ബഹുമാന്യരായ ഹൈന്ദവ സഹോദരങ്ങളും നമ്മളും തമ്മിൽ പടച്ചോനുണ്ട് എന്ന കാര്യത്തിൽ യോജിപ്പിലാണ്. ക്രൈസ്തവരും നമ്മൾ യോജിപ്പിലാണ്. പടച്ചോനാണ് സൃഷ്ടാവ് എന്ന വിഷയത്തിൽ യോജിപ്പിലാണ്. ഇനി മറ്റൊരു കാര്യത്തിലൂടെ യോജിപ്പുണ്ട്. ആ യോജിപ്പ് ശരിക്കും ശ്രദ്ധിക്കണം. പടച്ചവനോട് പ്രാർത്ഥിക്കാം എന്ന വിഷയത്തിൽ മക്കയിലെ മുശ്രിക്കും മക്കയിലെ മുസ്ലിമും ഒറ്റക്കെട്ടാണ്. ആ വിഷയത്തിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. വിശുദ്ധ ഖുർആൻ 29-ാം അധ്യായം സൂറത്ത് അങ്കബൂത്തിൽ 65-ാമത്തെ ആയത്ത് ഫൈദാ റകിബൂ ഫിൽ ഫുൽക് ദഅല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. ഫൈദാ റകിബൂ ഫിൽ ഫുൽക്, കപ്പലിൽ അവർ യാത്ര ചെയ്യുകയാണെങ്കിൽ 31-ാം അധ്യായം സൂറത്ത് ലുഖ്മാനിലെ 32-ാമത്തെ ആയത്തിൽ പറയുന്നു വൈദാ ഗശിയഹും മൗജുൻ കല്ലുലൽ, മലകൾ പോലെയുള്ള തിരമാല വന്നിട്ട് കപ്പലിപ്പം മുങ്ങും തോന്നിയാൽ 29-65 തുടരുന്നു. അവർ അല്ലാഹുവിനെ വിളിക്കും. കുട്ടനാടിന്റെ പരിഭാഷ എടുത്തു നോക്കൂ, കോഴിക്കോട് വലിയ കാലിയുടെ പരിഭാഷ എടുത്തു നോക്കൂ, എല്ലാറ്റിലും ഒരേപോലെ. അബ്ദുറഹ്മാൻ മഖ്ദൂമി തങ്ങൾ തിരുവങ്ങാടിയുടെ പരിഭാഷ, ബാപ്പു മുസ്ലിയാർ ആമുഖമെഴുതിയ പരിഭാഷ, അതിലും കാണാം അവർ അള്ളാഹുവിനെ വിളിക്കും. അള്ളാഹുവിനെയാണ്. കാറ്റും കോളും വന്ന് മക്കയിലെ പച്ച മുശ്രിക്ക് ബഹുദൈവ വിശ്വാസി കടലിൽ അകപ്പെട്ടു പോയാൽ അവർ അള്ളാഹുവിനെ വിളിക്കും. അത് വെറുതെ വിളിച്ചതാകും. മുഖ്ലിസീൻ, ഇഖ്ലാസോടുകൂടി, മുഖ്ലിസീന ലഹുദ്ദീൻ, പടച്ചവന് സമർപ്പിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി അവർ പടച്ചവനുക്ക് തീർന്നില്ല. കരയിലേക്ക് അവർ രക്ഷപ്പെട്ടാൽ ഇദാഹും യുശ്രികൂൻ. അപ്പൊ അവർ പറയും ഇബ്രാഹിം നബി നമ്മളെ കഴിച്ചിലാക്കി, ഇസ്മായിൽ നബി നമ്മളെ കഴിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ നിർണായക ഘട്ടം വരുമ്പോ അവർ പടച്ചോനെ വിളിച്ചു. അപ്പൊ മക്കയിലെ മുസ്ലിമും മക്കയിലെ മുശ്രിക്കും തമ്മിൽ 3 കാര്യത്തിൽ യോജിപ്പ്. പടച്ചവനുണ്ട്, പടച്ചവനാണ് സൃഷ്ടാവും സംരക്ഷകനും, പടച്ചവനോട് പ്രാർത്ഥിക്കാം. പിന്നെ എന്തിനാ ബദറുണ്ടായത്? മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദെ പടച്ചോനുണ്ട്, പടച്ചോൻ തന്നെ സൃഷ്ടിച്ചത്, പടച്ചോനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിന്നെ എന്തിനാ ബദറുണ്ടായത്? അതാണ് എല്ലാ ഫാത്തിഹയിലും നമ്മൾ പറയുന്നു ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെയേ ഞങ്ങൾ ആരാധിക്കൂ, നിന്നോടേ ഞങ്ങൾ സഹായം തേടൂ. അഥവാ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ആ മാത്രാണ് പ്രശ്നമായത്. അപ്പോ മക്കയിലെ മുശ്രിക്കിനോട് പറഞ്ഞു ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് വിളിക്കരുത്, ഇസ്മായിൽ നബിയെ കാക്കണേ എന്ന് വിളിക്കരുത്, ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും ആരാധനകൾ, നേർച്ചകൾ, വഴിപാടുകൾ കൊടുക്കാൻ പറ്റില്ല, അത് പടച്ചോന് മാത്രമേ പറ്റൂ. അതാണ് ബദറുണ്ടാകാൻ കാരണം. ബദറുണ്ടാകാൻ കാരണം ഒരു ഭാഗത്ത് പടച്ചോനുണ്ട് എന്ന് പറയുന്നവരും മറുഭാഗത്ത് പടച്ചോനില്ല എന്ന് പറയുന്നവരുമല്ല. ഒരു ഭാഗത്ത് പടച്ചോനാണ് സൃഷ്ടാവും സംരക്ഷകനും, മറുഭാഗത്ത് പടച്ചോനല്ല ഇബ്രാഹിം നബി, അതല്ല വിഷയം. ഒരു ഭാഗത്ത് പടച്ചോനോട് പ്രാർത്ഥിക്കണമെന്നും മറുഭാഗത്ത് പടച്ചോനോട് പ്രാർത്ഥിക്കാണ്ടും അതുമല്ല. അവർ പടച്ചോനോട് പ്രാർത്ഥിച്ചിരുന്നു. ബദർ യുദ്ധത്തിന് പോകുമ്പോ മോയിൻകുട്ടി വൈദ്യരുടെ പാട്ട് ഇറയോനെ ഹക്കുടെ വരെ നീ വിജയിപ്പിക്കണം. മക്കയിലെ പച്ച മുശ്രിക്ക് അബൂജഹൽ പടച്ചോനോട് പ്രാർത്ഥിച്ചിട്ടാ ബദറിന് പോയത്. അപ്പൊ സഹോദരങ്ങളെ മനസ്സിലാക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്? അവിടെ റസൂലുള്ള പഠിപ്പിച്ചത് ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ലാത്തയും ഉസ്സയും മനാത്തയും മഹാന്മാരാണ് എന്നാണ്. മാത്രമല്ല റസൂലുള്ള പറഞ്ഞു ഇബ്രാഹിം നബിയുടെ ദുആയുടെ ഫലമാണ് ഞാൻ. റബ്ബനാ വബ്അസ് ഫീഹിം റസൂൽ എന്നവർ സൂറത്ത് ബഖറയിൽ എല്ലാവരും രാവിലെ ഓതേണ്ട സൂറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു. യഫിറു ശൈത്താൻ, ശൈത്താൻ വിരണ്ടോടും എന്ന് പറഞ്ഞ ആ സൂറത്തുൽ ബഖറയിൽ ഇബ്രാഹിം നബിയുടെ ദുആയുണ്ട്. പടച്ചോനെ എന്റെ സന്താന പരമ്പരയിൽ ഒരു പ്രവാചകനെ നിയോഗിക്കാൻ. ആ ദുആ 4000 വർഷങ്ങൾ ആ ദുആക്ക് ഉത്തരം കിട്ടിയത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് റസൂലുള്ളാഹിയുടെ ജനനത്തിലൂടെ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ റസൂലുള്ള സ്നേഹിച്ചു, ആദരിച്ചു, ബഹുമാനിച്ചു. എന്നാൽ ഒരിക്കൽ പോലും ഇബ്രാഹിം നബിയെ കാക്കണമെന്ന് റസൂലുള്ളാഹി വിളിച്ചില്ല, സ്വഹാബത്തും വിളിച്ചില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ബദറിലുണ്ടായ വിഷയം പടച്ചോൻ മാത്രമാണ് ആരാധനക്ക്, പ്രാർത്ഥനക്ക്, നേർച്ചകൾക്ക്, വഴിപാടുകൾക്ക് അർഹനെന്ന് ബദരീങ്ങളും പടച്ചോൻ ഉണ്ട്, ഒപ്പം അല്ലാത്തവരുമുണ്ട് എന്നവരും ഇതിന്റെ വിഷയത്തിലാണ് ബദറുണ്ടായത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വിഷയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമ്മുടെ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചു പോകുന്നത് എന്താ, അമ്പിയാക്കന്മാർ മഹാന്മാരല്ലേ, ഔലിയാക്കന്മാർ മഹാന്മാരല്ലേ? ആണ് ആണ് ആണ്, ഒരു സംശയവുമില്ല. പക്ഷെ എന്തേ
അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടത്. പ്രവാചകന്മാർക്ക് കൊടുക്കാൻ പറ്റില്ല, ഔലിയാക്കന്മാർക്ക് കൊടുക്കാൻ പറ്റില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യരായി ആരും തന്നെ ഇല്ല, പടച്ചവന് തുല്യരായി ആരും തന്നെ ഇല്ല. ആ സൂറത്തിന്റെ തുടക്കം ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക നബിയെ കാര്യം അല്ലാഹു അവൻ ഏകനാകുന്നു, എല്ലാ വിഷയത്തിലും റബ്ബ് ഏകനാണ്. അതെ സമീഅ്, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നമ്മൾ സമസ്തന്റെ മദ്രസ പഠിച്ചാലും സലഫിന്റെ മദ്രസ പഠിച്ചാലും നമ്മൾ പഠിച്ചിട്ടുണ്ട് പടച്ചവന്റെ വിശേഷണങ്ങള്. അതിലൊന്നാണ് സമീഅ്, എല്ലാം കേൾക്കുന്നവൻ, ബസീർ, എല്ലാം കാണുന്നവൻ, അലീം, എല്ലാം അറിയുന്നവൻ. എന്താ ഈ വിശേഷണം പടച്ചോന് മാത്രമുള്ളതാണ്. എല്ലാം കേൾക്കുന്നവൻ അല്ല മാത്രം, എല്ലാം കാണുന്നവൻ അല്ല മാത്രം. എങ്കിൽ ആ വിശേഷണം മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ? എന്നാൽ മക്കയിലെ മുശ്രിക്കുകള് റസൂലുള്ളാഹിയോട് പറഞ്ഞു, ഒരു ന്യായം പറഞ്ഞു. എന്തായിരുന്നു ന്യായം? അറിയുക, മക്കയിലെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അബൂജഹൽ ഹാജിയാരാണ്, അവർ ഉംറ ചെയ്തിട്ടുണ്ട്, അവർ മക്കയുടെ ഭരണാധികാരികളായിരുന്നു, മക്ക അതിനെ പരിചരിച്ച് മുന്നോട്ട് പോയവരായിരുന്നു. അവർ ഉംറ ചെയ്തു, അവർ ഹജ്ജ് ചെയ്തു. ആ സന്ദർഭത്തിൽ അവരുടെ തൽബിയത്ത് എന്താ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. നമ്മൾ അവര് സമം. ഇതുവരെ മുശ്രിക്കിന്റെ ഹജ്ജും മുസ്ലിമിന്റെ ഹജ്ജും സമം, മുശ്രിക്കിന്റെ ഉംറയും മുസ്ലിമിന്റെ ഉംറയും സമം. ഏതുവരെ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, അല്ലാഹുവേ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ഇത്രയും സമയം മക്കയിലെ മുശ്രിക്കും മുസ്ലിമും ഒരഭിപ്രായം. പക്ഷേ റസൂലുള്ള അത് വേണ്ട എന്ന് പറഞ്ഞ ഭാഗമാണ് എടുത്തത്. ഇല്ലാ ശരീകൻ ഹുവലക് തംലികുഹു വമാ മലക്. മക്കയിലെ മുശ്രിക്ക് ഒരു കാര്യം കൂട്ടിച്ചേർത്തു, ഒരു പങ്കുകാരില്ല എന്ന് പറഞ്ഞില്ലേ? ശേഷം പറയാം ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരൊഴികെ. പടച്ചോനെ നിനക്ക് ഒരു പങ്കുകാരില്ല, പക്ഷെ ഒരു പങ്കുകാരൊഴികെ. ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരൊഴികെ. ഹുവലക്, അത് നിന്റേതാണ്. ഞങ്ങൾ നിനക്ക് പുറമെ ഇബ്രാഹിം നബി എന്ന് വിളിക്കുന്നു. ഇബ്രാഹിം നബി നിന്റേതല്ലേ? ഇസ്മായിൽ നബി നിന്റേതല്ലേ? ലാത്തയും ഉസ്സനെ സൃഷ്ടിച്ചത് നീയല്ലേ? തംലികുഹു വമാ മലക്, അവർ ഉടമപ്പെടുത്തിയത് നിന്റെ അധീനതയിലുള്ളതാണ്. അഥവാ അവർക്കുള്ള കഴിവ് നീ കൊടുത്ത കഴിവാണ്. ഇതാര് പറഞ്ഞ ന്യായമാണ്? മക്കയിലെ മുശ്രിക്കുകള് മഹാനായ റസൂലുള്ളാഹിയോട് പറഞ്ഞ ന്യായമാണ്. ഞങ്ങൾ പടച്ചോനിൽ പങ്കു ചേർക്കുന്നില്ല, ഒരു പങ്കുകാരൊഴികെ. ഹുവലക, അത് നിന്റേതാണ്. തംലികുഹു വമാ മലക്, അവർ ഉടമപ്പെടുത്തുന്നത് നിന്റെ അധീനതയിലുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത് സമീഅ്, എല്ലാം കേൾക്കുന്നവൻ അല്ലാഹ് മാത്രം. ഈ വിശേഷണം മറ്റൊരാൾക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്, അക്കാര്യം അല്ലാഹു അവൻ ഏകനാകുന്നു എന്നത് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ എല്ലാം കേൾക്കുന്നവൻ അല്ലാഹ് മാത്രം. ആ വിശേഷണം റസൂലുള്ളാഹിക്ക് വകവെച്ച് കൊടുക്കാമോ? പറ്റില്ല. അത് പടച്ചോന് മാത്രമുള്ള വിശേഷണമാണ്. അത് ശൈഖന്മാർക്ക് വകവെച്ച് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അത് പടച്ചവന് മാത്രമുള്ള വിശേഷണമാണ്. അവിടെയാണ് ഒരു പുത്തൻവാദം കടന്നു വന്നത്. ഏതാണ് ആ പുത്തൻവാദം? അള്ളാഹുവാണ് സമീ, എല്ലാം കേൾക്കുന്നവൻ. പക്ഷെ അള്ളാഹ്ക്ക് കൊടുത്തൂടെ? അള്ളാഹ് കൊടുത്ത കഴിവാണ്. അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവ് അള്ളാഹ് മറ്റൊരാൾക്ക് കൊടുത്താൽ പിന്നെ അള്ളാഹ്ക്ക് മാത്രമുള്ളതാകുമോ? ശരിക്കും മനസ്സിലാക്കണേ, അള്ളാഹുവിന് മാത്രമുള്ള ഒരു കഴിവ് അള്ളാഹു അവന്റെ സൃഷ്ടികൾക്ക് കൊടുത്താൽ പിന്നെ അത് അള്ളാഹുവിനുള്ളത് മാത്രമാകുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാൻ പടക്കുന്ന ഘട്ടം ശ്രദ്ധിക്കണം. അഹ്ലുസുന്നത്തി വൽ ജമാഅ നമ്മൾ മുറുകെ പിടിക്കണം. പുത്തൻ വാദങ്ങളിൽ ഒന്നുപോലും, ബിദ്ഈ ആശയങ്ങളിൽ ഒന്നുപോലും, അതിലൊന്നിൽ പോലും നമ്മൾ പെട്ടുപോകരുത്. ബിദ്ഈ ആശയമാണ് അല്ലാഹ് കൊടുത്ത കഴിവാണെന്ന് പറഞ്ഞ് പടച്ചോന് മാത്രമുള്ള പ്രത്യേകത പടപ്പുകൾക്ക് വകവെച്ചു കൊടുക്കുക, അതൊരിക്കലും നമുക്ക് പാടില്ലാത്തതാണ്. അതുകൊണ്ട് അല്ലാഹുവാണ് എല്ലാം കേൾക്കുന്നവൻ. നിങ്ങൾക്കറിയുമോ, ഇവിടെ ബഹുമാന്യനായ അധ്യക്ഷൻ അവിടുത്തെ സംസാരത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കോഴിക്കോട് ജില്ലയിലെ മടവൂർ എന്ന് പറയുന്ന പ്രദേശത്ത് വളർന്ന് ആ പ്രദേശത്തുള്ള CM അബൂബക്കർ മുസ്ലിയാർ, ആ വ്യക്തിയെ നമ്മൾ ആരും കുറ്റം പറയണ്ട, സാധാരണക്കാരനെ തന്നെ കുറ്റം പറയണ്ട നമ്മൾ. പിന്നെ അങ്ങനെയുള്ള ആൾക്കാരെ കുറ്റം പറയുന്നത് ആ വ്യക്തിയല്ല നമ്മൾ പറയുന്നത്. അദ്ദേഹം
അദ്ദേഹം മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കബർ കെട്ടിപ്പൊക്കി അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്ന അറബി കാവ്യങ്ങൾ ഇറങ്ങി. പിന്നീട് അദ്ദേഹം മരിച്ച് 10-30 വർഷം കഴിയുമ്പോ പുതിയൊരാശയം വന്നു. മുദബ്ബിറുൽ ആലം CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത്. ആരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്? അത് അല്ലാഹുവാണെന്നാണ് മക്കയിലെ മുശ്രിക്ക് പോലും പറഞ്ഞത്. മക്കയിലെ മുശ്രിക്കിനെ പോലും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ പുത്തൻ വാദം വളർന്നു വന്നു, വിധി ആശയങ്ങൾ വളർന്നു വന്നു. എന്നിട്ട് ലോകം, നിങ്ങൾക്കറിയുമോ, എന്റെ അടുത്ത നാടാണ് മടവൂർ എന്ന് പറയുന്നത്. എന്റെ സുഹൃത്തുക്കളിൽ പലരും CM മടവൂരിന്റെ കുടുംബക്കാരുണ്ട്. CM മടവൂരിന്റെ ആ പ്രദേശത്ത് പോയി മൈക്ക് കെട്ടി അദ്ദേഹത്തിന്റെ കുടുംബക്കാർ അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മളവിടെ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അറിയുമോ, അദ്ദേഹത്തിന് പ്രമേഹ രോഗം കൂടി. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തെ അംഗീകരിക്കുന്നവർ എഴുതി വെച്ച പുസ്തകത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച പോയി. പ്രമേഹ രോഗം കൂടിയാൽ ശരിയായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ച പോകും. സ്വന്തം കാഴ്ച നഷ്ടപ്പെട്ടപ്പോ അത് തടയാൻ പറ്റാത്ത ഒരാളോടാണോ ഞാനും നിങ്ങളും നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറയേണ്ടത്? അദ്ദേഹം ഒരിടത്ത് താമസിക്കുമ്പോ അവിടെ കൊതുകിന്റെ ശല്യം കൂടി. ഇത് കാണാം, കൊതുക് വല ഉപയോഗിച്ച് ഒരു കൊതുകിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത ആളോടാണോ നമ്മൾ മുദബ്ബിറുൽ ആലം എന്ന് പറയുന്നത്? അതുകൊണ്ട് CM മടവൂർ എന്ന് പറയുന്ന ആളെ നമ്മളാരും കുറ്റം പറയണ്ട. അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവസാനം എവിടെ എത്തി? CM മടവൂർ പടച്ചോനാണെന്ന് സംശയമുണ്ടോ? പടച്ചോൻ തന്നെ. ആ പാട്ടിറങ്ങുമ്പോ സഹോദരങ്ങളെ ചിന്തിക്കണം, പടച്ചോനെങ്ങാനും ഓരോ തെറ്റിനും അതാത് സന്ദർഭത്തിൽ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഈ ഭൂമി മൊത്തം പിളർന്ന് മനുഷ്യരൊക്കെ അതിന്റെ ഉള്ളിലായി പോകുമായിരുന്നു. പക്ഷേ പടച്ചവൻ ക്ഷമിക്കുന്നവനാണ്. മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനുണ്ട്. മക്കയിലെ അബൂജഹലിനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ CM മടവൂര് പടച്ചോൻ തന്നെ. ഈ പടച്ചോൻ അമേരിക്കക്കാർക്ക് അറിയോ? ഈ പടച്ചോനെ ജപ്പാനെ മുസ്ലിമീങ്ങൾക്കറിയോ? ഈ പടച്ചോൻ എന്ന് പറയുന്ന ആളെ ചൈനക്കാർക്ക് അറിയുമോ? ഇല്ല സഹോദരങ്ങളെ. അപ്പോൾ മരിച്ചു മൺമറഞ്ഞു കിടക്കുന്ന ഒരാളെ ചിലർ പറഞ്ഞു ആകാശത്തു കൂടി വിമാനം ഇങ്ങനെ പോകുമ്പോ ഈ ദേഹമെങ്ങാനും കണ്ണടച്ചു പോയാൽ വിമാനങ്ങൾ കൂട്ടിമുട്ടും. എന്തൊക്കെ ഇതിലൂടെ എന്താ ഉണ്ടായത്? പല മുസ്ലിം മഹല്ലുകളിലും മുസ്ലിം ചെറുപ്പക്കാർ നിരീശ്വരവാദത്തിൽ ഇതാപ്പ ഇസ്ലാം അവര് പരിഹസിച്ചു പോയി. കുട്ടികളെ, ഇതല്ല ഇസ്ലാം. മരിച്ചു കിടക്കുന്ന മടവൂരിലെ ശൈഖ് അദ്ദേഹം പടച്ചോന്റെ ഒരു സൃഷ്ടി മാത്രമാണ്. ഫിൽ ജന്ന എന്ന് റസൂൽ അവിടുത്തെ തിരുനാവ് കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തവരല്ലാതെ ഒരാളും സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും അധികാരമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ ഇതേപോലെയുള്ള ഒരു കെട്ടുകഥകളും ഉള്ളതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ വെച്ച് സംസാരിക്കുമ്പോ ആ സംസാരം മടവൂരിൽ മരിച്ചു കിടക്കുന്ന ശൈഖ് കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ അവൻ അല്ലാഹുവിൽ പങ്കുചേർത്തു. കാരണം കാര്യകാരണമില്ലാതെ, ഒരു കാര്യവും ഒരു കാരണവുമില്ലാതെ വേണം ശൈഖ് അത് കേൾക്കാൻ. കാരണം അദ്ദേഹം മരണപ്പെട്ടു പോയി. കബറിന് 6 അടിയിലാ ഉള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ജീവിച്ചിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടുന്ന് അദ്ദേഹത്തിന്റെ ഒരു അനുയായി കാന്തപുരം ഉസ്താദേ എന്ന് കൊടക്കാട് വിളിച്ചാൽ കാന്തപുരം കേൾക്കുമോ? വേറൊരു കാര്യമില്ല. സ്വന്തം കാന്തപുരം ഉസ്താദേ എന്ന് വിളിച്ചു വരുന്ന ഒരാള് അദ്ദേഹം കേൾക്കും? എല്ലാരും പറയും കേൾക്കില്ല. ഉള്ളാൾ തങ്ങൾ, അദ്ദേഹം കോട്ടിക്കുളം എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ അടുത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി കുറെ ആളുകള് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ഫോണ് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവർ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടുന്ന് പയ്യന്നൂർ ബസ് സ്റ്റാൻഡ് ഉള്ളാളം തങ്ങളെ എന്ന് വിളിച്ചാൽ കേൾക്കെങ്കിൽ പിന്നെ ഉത്തരം കൊണ്ട് കിട്ടല്ലോ. അപ്പൊ ജീവിച്ചിരിക്കുമ്പോ കാന്തപുരമേ എന്ന് വിളിച്ചാൽ കേൾക്കില്ല. എന്താ സംശയം? കേൾക്കില്ലല്ലോ നമ്മൾ പറയും. എന്നാൽ മരണപ്പെട്ടപ്പോഴോ വിളിക്കാൻ തുടങ്ങി, ഉള്ളാൾ തങ്ങളെ വിളിക്കാൻ തുടങ്ങി. അതേപോലെ ഒരു പക്ഷേ മരണപ്പെട്ടാൽ കാന്തപുരത്തിന്റെ കബർ കെട്ടിപ്പൊക്കി കാന്തർ ഉസ്താദേ എന്ന് വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞേക്കാം. അപ്പൊ സഹോദരങ്ങളെ, അപ്പൊ ഒരു കാര്യവും ഒരു കാരണവുമില്ലാതെ എല്ലാം കേൾക്കാനും അറിയാനും പ്രവർത്തിക്കാനും കഴിയുന്നവൻ കുൻ ഫയകൂൻ, നീ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ
അപ്പോൾ അതുണ്ടാകും. ആ കഴിവ് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ളതാണ്. അതിനാണ് അഭൗതികമായ കഴിവ് എന്ന് പറയുന്നത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് എന്ന് പറയുന്നത്. നോക്കൂ, ഒരാൾക്ക് കുഞ്ഞുണ്ടാകണമെങ്കിൽ അവർ വിവാഹത്തിൽ ഏർപ്പെടണം. വിവാഹത്തിൽ ഏർപ്പെട്ടാലും കുഞ്ഞുണ്ടായിക്കൊള്ളണമെന്നില്ല. സൃഷ്ടിക്കുന്നവൻ പടച്ചവനാണ്. പക്ഷെ അവിടെ കാര്യകാരണമുണ്ട്. എങ്കിലേ ഒരു വിളവ്, നമുക്കൊരു വാഴക്കൊല കിട്ടണമെങ്കിൽ നമ്മൾ വാഴ കൃഷി ചെയ്യണം. ആ കാരണവുമായി എന്നാൽ ഈസാ നബി അലൈഹിസ്സലാം എന്ന ഒരു മഹാനായ പ്രവാചകൻ ഉണ്ടായത് എങ്ങനെയാ? പടച്ചോൻ തീരുമാനിച്ചു, വിവാഹമില്ലാതെ ഈസാ നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചു. മാതാവ് മാത്രം, മാതാവും പിതാവും ഇല്ലാതെ ആദം നബിയെ സൃഷ്ടിച്ചു. അതാണ് പടച്ചോൻ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി എന്തും ചെയ്യാൻ കഴിയുന്നവൻ. അതിനാണ് അഭൗതികമായ കഴിവ് എന്ന് പറയുന്നത്. ആ കഴിവ് പടച്ചോന് മാത്രമാണ്. മുഹീദ്ദീൻ ഷെയ്ഖിന് ആ കഴിവില്ല, റസൂലുള്ളാഹിക്ക് കഴിവില്ല, മഹാന്മാരായ അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും ഒന്നും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവില്ല. അത് റബ്ബിന് മാത്രമാണ്. അതുകൊണ്ടാണ് ശുദ്ധമായ തൗഹീദ് മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തെ മുഴുവനും പഠിപ്പിച്ചത്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അഥവാ അഭൗതികമായ കഴിവ് അല്ലാഹുവിന് മാത്രം. മലക്കുകൾ അവരുടെ പ്രവർത്തനം അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. ജിന്നുകൾ അവയുടെ പ്രവർത്തനം അല്ലാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചാണ്. അവർക്കൊന്നും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവില്ല, അഥവാ അഭൗതികമായ കഴിവില്ല. എന്നാൽ അഭൗതികമായ കഴിവ് ജിന്നിനുണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ നമ്മുടെ ഈമാൻ ഫസാദാകും, ശിർക്ക് വരും. മലക്കയെ കാക്കണേന്ന് വിളിക്കണ്ട. അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് മലക്കിനുണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്ക് വന്നു. മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ശിർക്കാണ്. ജിന്നെ കാക്കണേ, ശിർക്കാണ്. മലക്കെ കാക്കണേ, ശിർക്കാണ്. കാരണം അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അതാണ് ഇബാദത്ത്. എത്ര വ്യക്തമാണ് സഹോദരങ്ങളെ, ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത തൗഹീദ്. അതാണ് നമ്മൾ പഠിച്ചു വന്നത്. അതാണ് ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരാളെയും ആരാധിക്കുന്ന, ഒരാളോടും പ്രാർത്ഥിക്കുന്ന പ്രശ്നമില്ല. അതെ, റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് പ്രാർത്ഥനയും ആരാധനയും അതേപോലെ തന്നെ സഹായം തേടലും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് മാത്രം. ഈ കാര്യം അഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് മുഹീദ്ദീൻ ഷെയ്ഖിന് ഉണ്ട് എന്ന് വിശ്വസിക്കാതെ ഷെയ്ഖെ കാക്കണേ എന്ന് വിളിക്കാൻ കഴിയില്ല. സിഎമ്മിന് ഉണ്ട് എന്ന് വിശ്വസിക്കാതെ സിഎംഎ രക്ഷിക്കണേ എന്ന് വിളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏതുവരെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ആ സ്നേഹത്തിന്റെ പേരിൽ റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ നമ്മുടെ നാടുകളിൽ നമ്മൾ കേട്ടതെന്താണ്? റസൂലുള്ളാഹിയെ സ്നേഹിക്കേണ്ട, അവിടത്തേക്ക് വേണ്ടി സലാം പറഞ്ഞും സ്വലാത്ത് ചൊല്ലിയും അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തിയുമാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ മൗലിദ് കിതാബുകളിൽ നോക്കൂ, അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലക്കൽ ജമ്മൽ ഗഫീർ, മുഹമ്മദ് നബിയെ അങ്ങയുടെ പാവപ്പെട്ട അടിമ ഇതാ യാചിക്കുന്നു. ഫളലക്കൽ ജമ്മൽ ഗഫീർ, അങ്ങയുടെ മഹത്തായ ഫളല് ഞങ്ങൾക്ക് നൽകണമേ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശറഫുൽ മൗലിദിൽ പ്രാർത്ഥിക്കുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, ഫസ്റ്റ് വാചകം എന്താ? അബ്ദുക്കൽ മിസ്കീനു യർജു, മുഹമ്മദ് നബിയെ അങ്ങയുടെ പാവപ്പെട്ട അടിമ ഇതാ യാചിക്കുന്നു. ഇന്നത്തെ ദിവസം, ഈ വെള്ളിയാഴ്ച നമ്മൾ ചെയ്യേണ്ട സുന്നത്തുകൾ ഒന്നെന്താ? സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം. അതിൽ ഒന്നാമത്തെ ആയത്ത് എന്താ? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, തന്റെ അടിമക്ക് റസൂലുള്ളാഹിക്ക് ഖുർആൻ കൊടുത്ത പടച്ചവന് സ്തുതി. റസൂലുള്ളാഹിക്ക് കിതാബ് കൊടുത്ത, തന്റെ അടിമക്ക് കിതാബ് നൽകിയ പടച്ചവന് അല്ലാഹ് പറയുന്നു സൂറത്തുൽ കഹ്ഫിൽ, റസൂലുള്ള അല്ലാഹുവിന്റെ അടിമ. സൂറത്തു സുമറിൽ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളോട് സൂറത്തു സുമർ പറയുന്നു, ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ അടിമ. റസൂലുള്ള അല്ലാഹുവിന്റെ അടിമ, അബ്ദുഹു വ റസൂലുഹു, അല്ലാഹുവിന്റെ അടിമയും അല്ലാഹുവിന്റെ റസൂലും. കൃത്യമാണ് ഖുർആനും ഹദീസും. എന്നാൽ മൗലിദിൽ പറയുന്നതോ അബ്ദുക്കൽ മിസ്കീനു യർജു, മുഹമ്മദ് നബിയെ അങ്ങയുടെ പാവപ്പെട്ട അടിമ ഇതാ യാചിക്കുന്നു. ഞാനും നിങ്ങളും റസൂലുള്ളാഹിയുടെ അടിമയല്ല, അത് റസൂലുള്ള പഠിപ്പിച്ചതല്ല. എന്നിട്ട് ഫളല് ചോദിക്കുന്നു, ഫളലക്കൽ ജമ്മൽ ഗഫീർ, അങ്ങയുടെ മഹത്തായ ഫളല് തരണമേ. ഞാൻ പറയുന്നു, ഈ അബ്ദുക്കൽ മിസ്കീൻ ഓതുന്ന പലർക്കും അതിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ്.
എന്നാൽ അബ്ദുൽ മിസ്കീൻ യർജു ആയത്താണോ, ഹദീസാണോ, സ്വഹാബാക്കളുടെ വാചകമാണോ, മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ഈ അടുത്ത വെറും 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാത്രം നമ്മളിലേക്ക് വന്നതാണ് ഇത് എന്ന് അത് എഴുതി വെച്ചവർ പോലും സമ്മതിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമുക്ക് ചൊല്ലിക്കൂടാ, നമ്മുടെ കുട്ടികൾക്ക് അത് ചൊല്ലിക്കൂടാ. കാരണം ഖുർആനിനെതിരാണത്, ഹദീസിനെതിരാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വാശി കൊണ്ടല്ല, ദേഷ്യം കൊണ്ടല്ല സഹോദരങ്ങളെ, നബിദിനൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്, നമ്മളെ ചെല്ലിയതിന്റെ അർത്ഥം എന്തായിരുന്നു? എന്തായിരുന്നു ആ ചെല്ലിയതിന്റെ അർത്ഥം? അത് നമുക്ക് ചെല്ലാൻ പാടുണ്ടോ? അതിലെന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റസൂലുള്ളയെ മരണം വരെയും സ്നേഹിക്കുന്ന വിശ്വാസിനികളിൽ നമ്മൾ ഉൾപ്പെടണം. റസൂലുള്ളയുടെ അവസാനത്തെ വസിയ്യത്തുകളിൽ കാണാം, ലഅനത്തുല്ലാഹിൽ യഹൂദ വന്നസ്വാറ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. ജൂത ക്രൈസ്തവരെ റബ്ബ് സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു. അവർ അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ ഖബറുകളെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. നോക്കൂ സഹോദരങ്ങളെ, ക്രൈസ്തവ സമൂഹത്തോട് ജൂത സമൂഹത്തെ അല്ലാഹു ശപിച്ചു എന്ന് പറഞ്ഞ എന്താ കാരണം? എന്താ പറഞ്ഞത്? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ ഖബറുകളെ അവർ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. അപ്പൊ സഹോദരങ്ങളെ, ഇസ്ലാമിൽ ഖബർ സിയാറത്തില്ലേ? ഉണ്ട്. ഇസ്ലാമിൽ ഖബർ സിയാറത്തുണ്ട്. നീ ബൈക്കിലും കാറിലും ചീറിപ്പായുമ്പോ ഇടക്കൊന്ന് സ്ലോ ആക്കണം. നിന്റെ ഉപ്പയുടെ ഖബറുള്ള ഖബർസ്ഥാന്റെ അടുത്തെത്തുമ്പോ ഒന്ന് സ്ലോ ആക്കിയിട്ട് വണ്ടി അവിടെ നിർത്ത്, ഇറങ്ങ്, കാറിനിറങ്ങ്, ബൈക്കിനിറങ്ങ്, നടക്കൂ ഖബർസ്ഥാനിലേക്ക്. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറാളികൾക്ക് സലാം പറഞ്ഞ് കഴിയുമെങ്കിൽ ഉമ്മയുടെ ഖബറിന്റെ അടുത്ത് പോകുമ്പോൾ ഒന്നുകൂടി നമുക്കൊരു ഹൃദയബന്ധം കിട്ടും. എന്നിട്ട് ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് ആ ഉമ്മാക്ക് വേണ്ടി ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സംശയമില്ല. അതാണ് ഖബർ സിയാറത്ത്. അതിന്റെ ലക്ഷ്യം 2 എണ്ണമാണ്. ഒന്ന് ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റൊന്ന് അത് നിങ്ങൾക്ക് പരലോകത്തെ കുറിച്ച് മറ്റു റിപ്പോർട്ടിൽ മരണത്തെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആരും പറയരുത് ഇവർക്ക് ഖബർ സിയാറത്തില്ല. ഖബർ സിയാറത്തുണ്ട്. ഖബർ സിയാറത്ത് ചെയ്യണം. എന്തിന്? ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്ക് മരണത്തെ കുറിച്ച് പരലോകത്തെ കുറിച്ച് ഓർമ്മയുണ്ടാകാൻ. പിന്നെ റസൂലുള്ള ഈ പറഞ്ഞ ഖബർ സിയാറത്ത് എന്താ? ഖബറുകൾ കെട്ടിപ്പോക്കുന്നു, അവിടെ പച്ച വിരിക്കുന്നു, അവിടെ നിലവിളക്ക് വെക്കുന്നു, അവിടെ പോയി ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ആ മരണപ്പെട്ടവരോട് പറയുന്നു. ഇതാണ് സഹോദരങ്ങളെ, നമ്മൾക്ക് ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിനെ പരിചയമുണ്ടാകുമല്ലോ. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഭൗതികമായ താല്പര്യങ്ങളില്ലാതെ മുസ്ലിം സമുദായത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു മഹാനായ, കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെയായി മാറിയ മഹാനായ ഒരു നേതാവായിരുന്നു CH മുഹമ്മദ് കോയ സാഹിബ്. ഇന്നും ആയിരങ്ങളുടെ വീടുകളിൽ തീ പുകയുന്നത് ആ അറബി അധ്യാപകരുമായി ബന്ധപ്പെട്ട ഉന്നതമായ ഒരു നീക്കം, അതേപോലെ തന്നെ വ്യത്യസ്ത സമുദായങ്ങൾക്ക് ആവശ്യമായ നീക്കങ്ങൾ അവിടുന്ന് നടത്തിയിട്ടുണ്ട്. മന്ത്രിസ്ഥാനം കയ്യിൽ നിന്ന് പോയപ്പോ കോഴിക്കോട്ടേക്ക് വരാൻ കയ്യിൽ കാശില്ലാതെ ബേബി ജോൺ എന്ന് പറയുന്ന അന്യമതക്കാരനായ സുഹൃത്തിൽ നിന്നും പണം കടം വാങ്ങിയിട്ടാണ് CH മുഹമ്മദ് കോയ സാഹിബ് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞപ്പോ കോഴിക്കോട്ടേക്ക് എത്തിയതെന്ന് CH അല്ല പറഞ്ഞത്, ബേബി ജോൺ ആണ് പറഞ്ഞത്. ആ CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹം ഒരിക്കൽ ഒരു സർക്കാർ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. ആ സർക്കാർ ചടങ്ങിൽ നിലവിളക്ക് കൊളുത്താൻ അവിടുത്തെ ഉദ്യോഗസ്ഥർ റെഡിയാക്കി വെച്ചിരിക്കുന്നു. അദ്ദേഹം നിലവിളക്ക് കൊളുത്തിയില്ല. എന്താ സംഭവിച്ചത്? വലിയ വിവാദമായി. പത്രങ്ങളിൽ പെട്ടിക്കോളം വന്നു. വർഗീയതയാണ്, വിഭാഗീയതയാണ്, എന്തിനാണ് വെളിച്ചത്തിന്റെ ശത്രുവാകുന്നത്? അദ്ദേഹം അനങ്ങിയില്ല. അദ്ദേഹം തന്റെ വാദത്തിൽ ഉറച്ചു നിന്നു. ആ സന്ദർഭത്തിൽ കേരളത്തിന്റെ 1ാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ വിശദമായ പ്രസ്താവന വന്നു. അതിന്റെ ചുരുക്കം ഇതാണ്: CH ഞാനും തമ്മിൽ ഒട്ടേറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങൾ 2 ആശയത്തിലാണ്. എന്നാൽ നിലവിളക്ക് കൊളുത്താത്ത വിഷയത്തിൽ CHന്റെ നിലപാട് 100% ശരിയാണ്. സഖാവ് EMS നമ്പൂതിരിപ്പാട്. ഇനി കേട്ടോളൂ, EMS നമ്പൂതിരിപ്പാട് നമ്മളെ ഇസ്ലാം പഠിപ്പിക്കാൻ വരേണ്ട അവസ്ഥ അന്നും ഇന്നും എത്തുന്നുണ്ടോ എന്ന് ചിന്തിച്ചോളൂ. അദ്ദേഹം പറഞ്ഞു, സ്വന്തം പ്രവാചകനായ
മുഹമ്മദ് നബിയെ ആരാധിക്കാത്ത CH എങ്ങനെയാണ് അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ട നിലവിളക്ക് കൊളുത്തുക? അപ്പൊ EMS മുസ്ലിം അല്ലെങ്കിലും ഇസ്ലാമിന്റെ അടിത്തറ ഇസ്ലാമിൽ അദ്ദേഹത്തിന് അറിയാം. സ്വന്തം പ്രവാചകനായ മുഹമ്മദ് നബി ആരാധിക്കാത്ത, മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കാത്ത ആളാ CH, പിന്നെ എങ്ങനെയാ നിലവിളക്ക് കൊളുത്തുക? അല്ലേ? ഇത് തന്നെയാണ് അബ്ദുർ റബ്ബ് സ്വീകരിച്ച നിലപാട്, ഇത് തന്നെയാണ് ശിഹാബ് തങ്ങൾ സ്വീകരിച്ച നിലപാട്. അഗ്നി ആരാധനയുടെ, ബഹുദൈവാരാധനയുടെ അടയാളമാണ് നിലവിളക്ക്. അത് കൊളുത്തുന്നവർക്ക് കൊളുത്താം. CH മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. എന്തിനാണ് അഗ്നി ആരാധന എന്ന് പറയുന്ന ഒരു മതവിഭാഗത്തിന്റെ ആചാരം സർക്കാർ ചടങ്ങിലേക്ക് എന്തിനാ കൊണ്ടുവരുന്നത്? ക്രിസ്ത്യാനി പറയാ അങ്ങ് യേശുരാജായി കൊണ്ടുവരണം, മുസ്ലിങ്ങൾ പറയാ ഞങ്ങൾക്കൊന്ന് കൊണ്ടുവരണം. പിന്നെ ഉദ്ഘാടനം തീരുവോ? ഓരോരുത്തർ ആചാരം കൊണ്ടുവന്നാൽ അതുകൊണ്ട് സർക്കാർ ചടങ്ങിൽ നിലവിളക്ക് വേണ്ട. ഈ അടുത്ത മാസങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈശ്വര പ്രാർത്ഥന പറഞ്ഞു, പാടില്ല, ഇത് ശരിയല്ല, ഇത് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരും ഇല്ലെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ആ നിലപാട് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നിലവിളക്ക് കൊളുത്താത്ത നിലപാട് CH സ്വീകരിച്ചപ്പോ ആ CHന്റെ നിലപാട് ശരിയാണെന്ന് പറയാൻ EMS പറഞ്ഞ കാരണം അത് അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ട നിലപാടാണ്. ഇനി എന്റെ ചോദ്യം, അഗ്നി ആരാധനയുടെ അടയാളമാണെന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് തർക്കമില്ലാത്ത ആ നിലവിളക്ക് ആരാണ് പുത്തൻ പള്ളിയിൽ കൊണ്ടുവച്ചത്? മുസ്ലിം വീട്ടിൽ നിലവിളക്കുണ്ടോ? മുസ്ലിം പള്ളിയിൽ നിലവിളക്കുണ്ടോ? ഇല്ലല്ലോ. നിലവിളക്ക് കൊളുത്താൻ നമ്മുടെ പണ്ഡിതന്മാർ തയ്യാറുമല്ല. എങ്കിൽ അതെങ്ങനെ ജാറത്തിലെത്തി? ഇത് വാശിക്ക് ചോദിക്കുന്നതല്ല സഹോദരങ്ങളെ, ചിന്തിക്കാൻ ചോദിക്കുന്നതാണ്. അപ്പോൾ പള്ളിയിലില്ലാത്ത എന്തോ ജാറത്തിലുണ്ട്. അതാണ് കബറ് കെട്ടിപ്പൊക്കി, പച്ച വിരിച്ചു, ഭണ്ഡാരം വെച്ചു, അത് കച്ചവട കേന്ദ്രമാക്കി മാറ്റി. കബറ് കച്ചവടം. ഇനി സഹോദരങ്ങളെ, ഈ കൊടക്കാട് പ്രദേശത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും എന്നോടൊപ്പം നിൽക്കുന്ന ഒരു വിഷയം ഞാൻ പറയാം. നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്തുള്ള ഭീമാപ്പള്ളിയിൽ ഒരു ജാറമുണ്ട്. ആ ഭീമാപ്പള്ളി ജാറത്തിൽ അവരുടെ ഭാഷയിൽ ഭീമാപ്പള്ളി ഉമ്മിച്ചയാണ് അവിടെ മരിച്ചു കിടക്കുന്നത്. ഭീമാപ്പള്ളി ഉമ്മിച്ച എന്ന് പറയുന്ന ആ കബറ്, ആ ജാറം കോടികൾക്ക് ലേലം ചെയ്തു. 17 കോടിക്ക് ലേലം ചെയ്തു. 16 കോടി ഒരു വട്ടം, 16 കോടി 2 വട്ടം, 16.5 ഹായ് കിട്ടിപ്പോയി. 16.5 ഒരു വട്ടം, 16.5 2 വർഷം, അവസാനം 17 കോടിക്ക് ലേലം ചെയ്തു. എന്താ, കോഴിമുട്ടയാണോ? അല്ല. കവുങ്ങാണോ? അല്ല. റൂമാണോ? അല്ല. ഒരു കബറ്. അപ്പൊ ഈ 17 കോടിക്ക് ലേലം ചെയ്തെടുക്കുന്ന ആളെ മനസ്സിലെന്താ? ഉറപ്പല്ലേ 50 കോടി കിട്ടുന്നു, 50 കോടി എനിക്ക് കിട്ടും. അപ്പോൾ ഈ കബറ് ലേലം ചെയ്തു, പത്രത്തിൽ അത് വന്നു. സഹോദരങ്ങളെ, ഇത് ഇസ്ലാമാണോ? ഖബർ ലേലം ചെയ്യുന്ന ഏർപ്പാട് ഇസ്ലാമാണോ? ആ ഭീമാപ്പള്ളി ഉമ്മിച്ച എന്ന് പറയുന്ന ആ ഭീമാപ്പള്ളിയിൽ അവർ പുസ്തകം ഇറക്കി, ഭീമാപ്പള്ളി ചരിത്രം. ആ പുസ്തകത്തിൽ കാണാം, ഭീമാപ്പള്ളി ഉമ്മിച്ചയുടെ ഖബർ 7 പ്രാവശ്യം തവാഫ് ചെയ്താൽ ആഗ്രഹ സഫലീകരണം നടക്കും. ഈ പറഞ്ഞിരിക്കുന്ന ജാറത്തിലെ വയലിന് ഇവിടുത്തെ സമസ്തയുടെ പണ്ഡിതന്മാർ തിരക്ക് കൂട്ടുന്നു. ഒരു ദിവസം എനിക്ക് കിട്ടണം, ഒരു ദിവസം എനിക്ക് കിട്ടണം. ഒരൊറ്റാളും പറയുന്നില്ല ഇത് ശരിയല്ല. ഇനി എന്റെ കൊടക്കാട്ട് നാട്ടുകാരോട് ഞാൻ ചോദിക്കുന്നു സഹോദരങ്ങളെ, ഇസ്ലാമിൽ തവാഫ് എവിടെയാണുള്ളത്? മക്കയിലല്ലാതെ, കഅബാലയത്തിന് ചുറ്റുമല്ലാതെ തവാഫില്ല. മദീനയിൽ പോകുന്നവരല്ലേ നമ്മൾ? ഹജ്ജിന് പോകുമ്പോൾ ഒന്നുകിൽ ഹജ്ജിന്റെ മുമ്പ് മക്കയിൽ പോകും, അല്ലെങ്കിൽ ഹജ്ജിന് ശേഷം മദീനയിൽ പോകും. അതിന്റെ അർത്ഥം എന്താ? ഹജ്ജുമായി മദീനക്ക് ബന്ധമില്ല. എന്ത് ഹജ്ജുമായി മദീനക്ക് ബന്ധമില്ല. കാരണം നേരത്തെ പോകുന്നവർ ആദ്യം മദീനയിൽ പോകും, ഹജ്ജ് തുടങ്ങുമ്പോഴേക്കും മക്കയിലെത്തും. വൈകിയെത്തുന്നവർ ഹജ്ജ് കഴിഞ്ഞിട്ട് മദീനയിൽ പോകും. അപ്പോൾ ഹജ്ജിലെ ചടങ്ങുകൾക്ക് മദീനയുമായി ബന്ധമില്ല. അപ്പൊ മദീനക്ക് സ്ഥാനല്ലേ? ഉണ്ട്, മദീനക്ക് സ്ഥാനമുണ്ട്, ഒരു സംശയവുമില്ല. ആ മദീനയിൽ ആ മദീന പള്ളിക്ക് തവാഫുണ്ടോ? മദീന പള്ളിയോട് ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഖബറുണ്ട്. ആ ഖബറിന് തവാഫുണ്ടോ? ഇല്ല. തവാഫ് എവിടെയേ ഉള്ളൂ? കഅബാലയത്തിൽ മാത്രം. കഅബാലയത്തിൽ മാത്രമുള്ള തവാഫ് ഈ കൊച്ചു കേരളത്തിൽ ഭീമാപ്പള്ളി ഉമ്മിച്ചയുടെ ഖബറിന്റെ അടുത്ത് വന്നപ്പോ സഹോദരങ്ങളെ, അത് ഇസ്ലാമല്ല, അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയല്ല, അത് നരകമാർഗമാണെന്ന് പറയാൻ നമുക്ക് എന്താ മടി? അതുകൊണ്ട് സഹോദരങ്ങളെ,
ഭീമാപ്പള്ളിയിൽ മരിച്ചു കിടക്കുന്നവരെ നമ്മൾ കുറ്റം പറയണ്ട, അവരെ ആക്ഷേപിക്കണ്ട. അവിടെ ചെയ്യുന്ന പ്രവർത്തനം ആ കബറിൽ ലേലം ചെയ്ത ഏർപ്പാട് ഇസ്ലാമല്ല. അപ്പോ എന്താ വേണ്ടത്? പിന്നെ എന്താ വേണ്ടത്? ഒന്നും വേണ്ട. കബറിന്റെ അടുത്ത് പോകണം, പുരുഷന്മാർ കബറിന്റെ അടുത്ത് പോകണം, കബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പടച്ചോനെ, ഇങ്ങനെ ഞാനും മരിച്ചു വരുമല്ലോ എന്ന് ഓർമ്മയുണ്ടാകണം. എന്നാൽ നമ്മുടെ മകന് എൻട്രൻസ് പരീക്ഷ എഴുതാൻ പോവുകയാണ്. നമുക്കൊരു ആഗ്രഹം, പടച്ചോനെ ഓൻ MBBS കിട്ടണം, ഓൻ എഞ്ചിനീയറിംഗിന് കിട്ടണം. ആവശ്യമല്ലേ? ആ ആവശ്യവുമായി കബറിന്റെ അടുത്തേക്കല്ല പോകേണ്ടത്. നീ കഴിയുമെങ്കിൽ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റോ, തഹജ്ജുദ് നമസ്കരിച്ചോ. തഹജ്ജുദ് നമസ്കരിച്ചിട്ട് ലോകം ഉറങ്ങിക്കിടക്കുമ്പോ കൈകൾ നീട്ടു. പടച്ചോനെ, എന്റെ പ്രിയപ്പെട്ട മോനെ, എന്റെ പ്രിയപ്പെട്ട മോള് എൻട്രൻസ് പരീക്ഷയ്ക്ക് എഴുതുന്നുണ്ട്. പടച്ചോനെ, ഹൈറാണെങ്കിൽ എന്റെ മോനത് നൽകേണമേ, എന്റെ മോക്കത് നൽകേണമേ. കബറിന്റെ അടുത്ത് പോയാലോ, കബറാളിയോടാ പറയുന്നത്. ഇങ്ങനെ വിളിച്ച കബർ കൈ തട്ടി മാറ്റിയിട്ട് പിടിക്കണോ? ഇങ്ങനെ ഇങ്ങോട്ട് കബർ കൈവെക്കാൻ പറഞ്ഞത് കബറാളിയോടല്ല നീ ഗൾഫിൽ പോകുന്ന വിഷയം പറയേണ്ടത്, കബറാളിയോടല്ല നീ ഹജ്ജിന് പോകുന്ന വിഷയം പറയേണ്ടത്. ആ കബറാളിയെ സൃഷ്ടിച്ച, ആ കബറുണ്ടാക്കാനുള്ള മണ്ണിനെ സൃഷ്ടിച്ച, അതിന്റെ മുകളിൽ വിരിച്ച പച്ച വിരിയുടെ പദാർത്ഥത്തെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല, അവനോടാണ് നമ്മൾ വിഷയങ്ങൾ പറയേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കബറുകൾ കെട്ടിപ്പൊക്കാൻ പാടില്ല, അവിടെ പച്ച വിരിക്കാൻ പാടില്ല, അവിടെ നിലവിളക്ക് വെക്കാൻ പാടില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സത്യമാണ്. പക്ഷേ ബിസിനസ്സിലേക്ക് നീങ്ങുമ്പോ, ദീൻ സാമ്പത്തിക രംഗത്തേക്ക് കടന്നു വരുമ്പോ നമുക്കറിയാം, പുത്തമ്പള്ളി ജാറത്തിലെ നിലവിളക്ക് പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പാടില്ലാത്തതൊക്കെ തന്നെ ഞങ്ങൾ പറയാത്തത്. പിന്നെ ഒരു അമുക്കിക്കളി, എന്തിനാ അങ്ങനെ മുങ്ങുന്നത്? വ്യക്തമായി നമുക്ക് സ്വീകരിച്ചുകൂടെ നിലപാട്? അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കൊരു ജീവിതമേ ഉള്ളൂ, ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ഇത് പാളിയാൽ, അതാ പറഞ്ഞു റസൂലുള്ളാഹിയുടെ അവസാനത്തെ വസിയത്താണ്, ക്രിസ്ത്യാനികളെയും യഹൂദികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. കാരണം അവരിലേക്ക് വന്ന പ്രവാചകന്മാരുടെ കബറുകളെ അവർ പ്രാർത്ഥനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. ലാ തജഅൽ ഖബ്രി ഈദ, എന്റെ കബറിനെ നിങ്ങൾ ഈദിന്റെ, മലയാളത്തിൽ ഉത്സവത്തിന്റെ, ഉറുദുവിൽ ഉറൂസിന്റെ സ്ഥലമാക്കി മാറ്റരുത്. റസൂലുള്ളാഹിയുടെ വസിയത്താണ് സഹോദരങ്ങളെ. ആ വസിയത്ത് പാലിക്കാൻ നമ്മളെല്ലാവരും മുമ്പിലുണ്ടാകണം. അഹ്ലുസുന്നത്തി വൽ ജമാഅ നമ്മൾ മുറുകെ പിടിക്കണം. അതിൽ തകരാറ് പറ്റിയാൽ സ്വർഗമില്ല. ലഇൻ അശ്റക്ത, നോക്കൂ, വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്തു സുമർ 65-ാമത്തെ ആയത്തിൽ പറയുന്നു, ലഇൻ അശ്റക്ത, മുഹമ്മദ് നബിയെ അങ്ങ് തന്നെ അല്ലാഹുവിൽ പങ്കു ചേർത്താൽ ലയഹ്ബതന്ന അമലു, അങ്ങയുടെ അമലുകൾ ബാത്തിലായി പോകും. അഥവാ വിശ്വാസത്തിൽ തകരാറ് വന്നാൽ നിസ്കാരം സ്വീകരിക്കൂല, നോമ്പ് സ്വീകരിക്കൂല, ഖുർആനോത്ത് സ്വീകരിക്കൂല, ദാനധർമ്മങ്ങൾ സ്വീകരിക്കില്ല. എത്ര ഗൗരവമുള്ള കാര്യമാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുചേർത്താൽ ആ വ്യക്തിക്ക് അല്ലാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. 5-ാം അധ്യായത്തിലെ 72-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഈ പറഞ്ഞാൽ എന്താ കുഴപ്പമുള്ളത്? ഞാൻ ഇത്രയും നേരം ഇവിടെ പറഞ്ഞാൽ എന്ത് പ്രശ്നമുള്ളത്? അമ്പിയാക്കന്മാരെ ബഹുമാനിക്കണം, അവരോട് പ്രാർത്ഥിക്കരുത്. ശുഹദാക്കളെ ആദരിക്കണം, അവരോട് പ്രാർത്ഥിക്കരുത്. അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അവർ റബ്ബേ എന്ന് തേടിയതുപോലെ നമ്മളും റബ്ബേ എന്ന് തേടണം. ബദരീങ്ങളെ സ്നേഹിക്കണം, ആദരിക്കണം. ബദരീങ്ങളെ കാക്കണേ എന്നത് ബദരീങ്ങളെ അപമാനിക്കലാണ്. റബ്ബേ കാക്കണേ എന്നാണ് ബദരീങ്ങൾ ബദർ യുദ്ധത്തിന് പോകുമ്പോൾ ദുആ ചെയ്തത്. ആ ദുആയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. നേർച്ച ഇബാദത്താണ്, നേർച്ച ഇസ്ലാമിലുണ്ട്. യുഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. വെള്ളിയാഴ്ച രാവിലെകളിൽ 2-ാമത്തെ റക്അത്തിൽ പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ ഇൻസാൻ. അതിൽ കാണാം, നേർച്ചയെ നിറവേറ്റുന്നവരാണ്. നേർച്ചല്ല, പിന്നെ നേർച്ചയെ നിറവേറ്റുന്നവർ എന്ന് പറയോ? നേർച്ചണ്ട്. വളരെ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമസ്തയുടെ മദ്രസയിലെ കുട്ടിയോട്, സലഫികളുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിക്കും, മോനെ എന്താ നേർച്ച എന്ന് പറഞ്ഞാൽ? ഇബാദത്താണ്. ആർക്കും തർക്കല്ല, ഒരു കുട്ടിക്കും തർക്കല്ല. അപ്പൊ ഇബാദത്ത് ആർക്കാ കൊടുക്കേണ്ടത്? പടച്ചോന്. അപ്പൊ നേർച്ച ഉണ്ട്, നേർച്ച ഇബാദത്താണ്, അത് പടച്ചോനാണ് കൊടുക്കേണ്ടത്, ഒരു സംശയവുമില്ല. ശരി, അല്ലാഹ് എങ്ങനെയാ നേർച്ചയാക്കുക? അള്ളാഹുവിൽ എങ്ങനെ നേർച്ചയാക്കും? ഇന്ന് സഹോദരങ്ങളെ, ഇന്ന ദിവസം വെള്ളിയാഴ്ചയാണ്. വരാനിരിക്കുന്ന തിങ്കളാഴ്ച സുന്നത്ത് നോമ്പുണ്ട്.
ഒരാൾ പറയാണ്, ഒരു കുടുംബം ഇങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കാൻ ഞായറാഴ്ച, നാളെ സുന്നത്ത് നോമ്പ് നോറ്റാലോ? അങ്ങനെ ചർച്ചൊക്കെ വീട്ടിൽ നടക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഞാൻ നോൽക്കും. ബാപ്പാന്റെ വക ഉമ്മാന്റെ വക ഒരു തീരുമാനിച്ചു സുന്നത്ത് നോമ്പ് നോൽക്കാൻ. ആ സുന്നത്ത് നോമ്പ് സുന്നത്താണ്. എന്നാൽ ഒരു വ്യക്തി പറയാണ്, ഇൻഷാ അല്ലാഹ് ഞാൻ തിങ്കളാഴ്ചത്തെ നോമ്പ് നോൽക്കും, നേർച്ചയാക്കി, ഫർളായി. സുന്നത്തായ പുണ്യകരമായ ഒരു കാര്യത്തെ പടച്ചോന്റെ പ്രീതി കിട്ടാൻ വേണ്ടി ഒരാൾ പ്രതിജ്ഞ ചെയ്താൽ അത് നിർബന്ധമായി അത് നേർച്ചയാണ്. ആ നേർച്ച നിറവേറ്റണം. അപ്പോ ആ സുന്നത്ത് നോമ്പ് നോൽക്കുക വഴി അല്ലാഹുവിന്റെ പ്രീതി നമ്മൾ കാക്ഷിക്കുന്നു. ഇനി ഒരു കോഴിയെ പടച്ചോനെ നേർച്ചയാക്കണം. 4 കോഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. പടച്ചോനെ 4ഉം വളരട്ടെ. ഒരു കോഴിയെ പെരുന്നാൾ ദിവസം ആ മൂലയിൽ ആരുമില്ലാതെ താമസിക്കുന്ന ആ വല്യമ്മക്ക് ഞാൻ അറുത്ത് തോല് പൊളിച്ച് പാകം ചെയ്ത് കൊണ്ട കൊടുക്കും. ഇൻഷാ അല്ലാഹ് നേർച്ചയാക്കിയാൽ നിർബന്ധമായി. ആ കോഴിയെ പടച്ചോനെ നേർച്ചയാക്കി ആകാശത്തേക്ക് പറപ്പിക്കില്ല, മറിച്ച് പാവപ്പെട്ടവന് കൊടുക്കുകയാണ്. അത് മുഖേന അള്ളാഹുവിന്റെ പ്രീതി. ഇതാണ് നേർച്ച. എന്നാൽ മോനെ കോഴി എറിയരുത്, എന്റെ കാര്യം മോനെ ആ നാൽക്കാലിയെ നീ അടിച്ച് വേദനിപ്പിക്കരുത്. കാരണം അത് മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ടിലേക്ക് നേർച്ചയാക്കിയ കോഴിയാണ്. മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ടിലേക്ക് നേർച്ചയാക്കിയ കാലിയാണ്. ഇതിന്റെ അർത്ഥം എന്താ? ഈ മൃഗത്തെ മൊഹീദ്ദീൻ ഷെയ്ഖിന്റെ പ്രീതിക്ക് വേണ്ടി നേർച്ച. അപ്പൊ പിന്നെ കുരുത്തക്കേട് പറ്റും അതിനടിച്ചാൽ ഷെയ്ഖിന്റെ, അത് ഷെയ്ഖിനുള്ള നേർച്ചയാണ്, പാടില്ല. അപ്പൊ നേർച്ചയുണ്ട്. നേർച്ച ഇബാദത്താണ്. അത് പടച്ചോന് മാത്രമേ പറ്റൂ. സൃഷ്ടികൾക്ക് നേർച്ച വളരെ സിമ്പിൾ അല്ലേ? ഞാൻ ഈ പറഞ്ഞാൽ എന്ത് പ്രശ്നമുള്ളത്? നേർച്ചയുണ്ട്. നേർച്ച ഇബാദത്താണ്. അത് പടച്ചോന് മാത്രമേ പറ്റൂ. മനസ്സിലാക്കാനുള്ള തൗഫീഖ് റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. നേർച്ച ഇബാദത്താണ്. സത്യം ചെയ്യൽ, സത്യം ചെയ്യൽ. ആരെങ്കിലും സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യട്ടെ. റസൂലുള്ളാഹി പഠിപ്പിച്ചു. സ്വർണം കാണാനില്ല, 50 പവൻ സ്വർണം കാണാനില്ല. ആരാ എടുത്ത്? നമുക്ക് ഉറപ്പ് അന്നാളാണ്. പക്ഷേ അങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. അവസാനം പറഞ്ഞു, ശരി, പോലീസ് സ്റ്റേഷനിൽ പോയി കുടുംബത്തിലെ വലിയ ആൾക്കാരൊക്കെ ഇടപെട്ടു. ശരി, ഒരു കാര്യം സത്യം ചെയ്യാം. ഈ സത്യം ചെയ്യുന്ന ആൾ പറയാണ്, പടച്ചോനാണേ സത്യം ഞാൻ എടുത്തു. ഒന്നാ എടുത്തത് പടച്ചോനാണേ സത്യം ഞാൻ എടുത്തിട്ടില്ല. ശരി, അടുത്ത ആൾ നമ്മൾ മക്കാമ് പോവാ, നമുക്ക് മടവൂരിക്കാട്ട് പോവാം. വണ്ടി കയറ്റി അത് നിങ്ങൾ വണ്ടി നിർത്തി, മനുഷ്യന്റെ കാര്യമല്ലേ, ഞാൻ എടുത്തത്. അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യാൻ പറയുമ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ സത്യം ചെയ്യുന്ന മനുഷ്യൻ പടച്ചോന്റെ ഒരു പടപ്പിന്റെ പേരിൽ സത്യം ചെയ്യാൻ പറയുമ്പോൾ വിറക്കുന്നു. ഒരു സ്വർഗം കൊടുക്കാൻ പറ്റുമോ? അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവാണെ സത്യം, ഇത് ഞാനാണ് എടുത്തെങ്കിൽ അള്ളന്നെ ശിക്ഷിച്ചോട്ടെ എന്നതിന്റെ അർത്ഥം. അതൊരു പ്രശ്നമല്ല. എന്നാൽ മരിച്ചു കിടക്കുന്ന ഒരു സൃഷ്ടിയുടെ പേര് സത്യം ചെയ്യാൻ ഒരു പേടിയാകുന്നു. അതാണ് പടച്ചവനിൽ പങ്കുചേർക്കൽ. സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ മാത്രമാണ് സത്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം പഠിക്കേണ്ട വിഷയം പലർക്കും തെറ്റിദ്ധാരണയാണ്. നേർച്ചല്ല, ഖബർ സിയാറത്തില്ല, ദിക്റില്ല, ദുആയില്ല. നേർച്ചയുണ്ട്, നേർച്ച കച്ചവടല്ല. ദുആയുണ്ട്, ദുആ കച്ചവടല്ല. സ്വലാത്തുണ്ട്, സ്വലാത്തിന്റെ കച്ചവടല്ല. ഒരു സ്ഥലത്ത് ഒരു മെസ്സേജ് വന്നു, എല്ലാരും 1000 സ്വലാത്തല്ലി എന്റെ മൊബൈലിലേക്ക് ആക്കി. എല്ലാരും സ്വലാത്തല്ലിട്ട് ഒരാളെ മൊബൈലിലേക്ക് ആക്കാൻ മൂപ്പര് മദീനത്തേക്ക് അയക്കും പോലും. എന്താ പരിപാടി? എന്നാൽ അറിയുമോ, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് റസൂലുള്ളാഹിക്ക് എത്തിക്കാൻ പടച്ചോൻ പ്രത്യേകം മലക്കുകളെ ഏർപ്പെടാം. മലക്കിന്റെ പണി ഒരാൾ ഇവിടെ ഏറ്റെടുക്കണ്ട. സ്വലാത്ത് കച്ചവടം, ദിക്ർ കച്ചവടം, നിസ്കാര കച്ചവടം, ഈ കച്ചവടത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഈ കാര്യങ്ങളും ദുന്യവിയായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൂടാ. അതുകൊണ്ട് നമ്മൾ ഈ വിഷയം പഠിക്കണം. അടുത്ത തലമുറക്ക് പൊക്കിൽ കൊടിയിലൂടെ തൗഹീദ് പകരില്ല, പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. എന്നാലേ അത് മനസ്സിലാവുള്ളൂ. ഇത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഅന മനസ്സിലായാൽ ഈ ലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് ശിർക്കിന്റെ ഒരു വഴികളിലേക്കും സഹോദരങ്ങളെ നമ്മൾ പോകരുത്. അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണമാണ് തിരു ഹദീസ്. റസൂലുള്ളാഹ് പഠിപ്പിച്ച ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ഒരു വീട്ടിൽ മരണം സംഭവിച്ചാൽ എന്ത് സംഭവിക്കണം? റസൂലുള്ളാഹ് ഒരു മരണ വീട്ടിലേക്ക് കടന്നു വരുന്നു.
മരണ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അവരുടെ മരണം സംഭവിക്കുകയാണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ള ആ മരിച്ച ഉടനെ ആ മനുഷ്യന്റെ കണ്ണുകൾ പൂട്ടിക്കൊടുത്തു. എന്തു മനസ്സിലായി? ഒരു മരണ വീട്ടിൽ നമ്മൾ എത്തിയാൽ ബേജാറ് കളിക്കുന്നതിന് പകരം അപ്പോൾ ചെയ്യേണ്ട സുന്നത്ത് നടപ്പാക്കണം. ആ വ്യക്തി മരിച്ചു എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉടൻ തന്നെ കൺപോളകൾ അടച്ചു വെക്കണം. ഉടൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൂടിയിരിക്കുന്ന സ്ത്രീകൾ അല്പം ശബ്ദത്തിൽ കരയാൻ തുടങ്ങിയപ്പോ കരയരുത് എന്ന് പറഞ്ഞില്ല. കാരണം കരയൽ പ്രകൃതിപരമാണ്. അത് ഇസ്ലാം 3 ദിവസം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ അവരോട് പറഞ്ഞു, നിങ്ങൾ അലമുറയിട്ട് കളയരുത്, അലമുറയിട്ട് കരയാൻ പാടില്ല. കാരണം യുഅമ്മിനൂനൽ മലായിക, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മലക്കുകൾ ആമീൻ, ഇരിക്കാൻ ആരുല്ലോ, മലക്കുകൾ ആമീൻ, ഇല്ലാരുണ്ടാവില്ല. അതുകൊണ്ട് അത്തരം ഒന്നും പറയരുത്, അത്തരം പാടില്ലാത്തതൊന്നും പറയരുത്. ആരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു മരണ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? റസൂലുള്ള കൃത്യമായി വ്യക്തമായി അത് പഠിപ്പിച്ചു. മാത്രമല്ല, നമ്മളൊരു മരണ വീട്ടിലേക്ക് ചെന്നാൽ പലർക്കും അറിയാത്ത കാര്യമാണ്, ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ദുആ ചെയ്യണം. നമ്മളൊരു മയ്യത്ത് കാണാണ്, അല്ലെ മയ്യത്ത് കാണാൻ പറ്റുന്നില്ല, അത്രയും തിരക്കാൻ നമ്മൾ പുറത്ത് മാറിയിരുന്നു. അപ്പൊ നമ്മൾ പറയണം, ബഷീറാണ് മരിച്ചതെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർലി ബഷീർ, അല്ലാഹുവേ ബഷീറിന് നീ പുറത്തു കൊടുക്കണേ. മരണപ്പെട്ട വ്യക്തിയുടെ പേര് പറഞ്ഞ് ദുആ ചെയ്യാനാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മാത്രമല്ല, മയ്യത്ത് കൊണ്ടുപോകുമ്പോ എന്ത് ചെയ്യണം? റഹ്മത്തുള്ളാ കാസിമി വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് പ്രസംഗിച്ചു, അസ്സുകൂത്ത്, മൗനം പാലിക്കണം. അതാണ് സ്വഹാബാക്കളുടെ മാർഗം, അതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. അത് മുജാഹിദുകൾ പറയുന്ന കാര്യമല്ല. ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു വണ്ടി പോകുന്നു, ഒരാൾ സോഷ്യൽ മീഡിയ പറയാ മുജാഹിദിൽ മയ്യത്തുണ്ടോന്ന് പോലെ, ശബ്ദമൊന്നുമില്ലേ? അത് റസൂലുള്ളാഹിയെ പരിഹസിക്കലാണ്. ഒരു മയ്യത്ത് കൊണ്ടുപോകുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മൗനം വല്ലാത്തൊരവസ്ഥയാണ്. പടച്ചോനെ, ഇതേപോലെ ഒരു ദിനം 4 കാലിൽ മയ്യത്ത് പിടിച്ച് എന്നെയും കൊണ്ടുപോകുമല്ലോ എന്ന ചിന്തയാണ് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ. അപ്പൊ ചില ആൾക്കാർ, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, മയ്യത്ത് കൊണ്ടുപോകേണ്ടത് മൗനായിട്ടൊക്കെ തന്നെയാണ്, പക്ഷെ മനുഷ്യന്മാരിങ്ങനെ വർത്താനം പറയും. അപ്പൊ ആ വർത്താനം പറയുമ്പോ പിന്നെ അത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലാം. ചില സ്ഥലത്ത് ഷിയാക്കളൊക്കെ അല്ലാഹു അക്ബർ. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? മയ്യത്തെടുക്കുമ്പോ ഒരാൾ പറയാ, പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച പറയാം, സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലൊരു ചെറിയ പ്രശ്നമുണ്ട്, ഈ മയ്യത്ത് കൊണ്ട് നിങ്ങൾ എപ്പോഴാ വന്നത്, നിങ്ങൾ അങ്ങോട്ടാ പോണെന്ന് വെച്ചാൽ ഇങ്ങനെ വർത്താനം പറയലുണ്ട്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ നമ്മൾ മൗനമായിട്ടാണ് പോകേണ്ടത് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച കാര്യം 4 ആളങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ലതാണെന്ന് റസൂലുള്ളാഹിക്ക് അറിയില്ലേ? അറിയാലോ, അറിയാം. എന്നിട്ട് എന്താ റസൂലുള്ളാഹി മയ്യത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇരുന്നത്? ദീനിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ്. പടച്ചോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടോ? വിവരമുള്ളവരോട് ചോദിക്കൂ. മയ്യത്ത് കൊണ്ടുപോകുമ്പോ അങ്ങനെയൊന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മഹത്വമുള്ളത് തന്നെ, പക്ഷെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അങ്ങനെയൊന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഒരു മരണ വീട്ടിൽ നോക്കൂ, മരണ വീട്ടിൽ റസൂലുള്ളാഹി എല്ലാവരും ഖുർആൻ അടുക്കി എന്ന് റസൂലുള്ളാഹി അവിടുന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളൊക്കെ ഖുർആൻ ഓതും. അപ്പൊ ഖുർആൻ ഓതാൻ പറ്റില്ല? ഖുർആൻ ഓതാൻ പറ്റും മരണ വീട്ടിലും. പക്ഷേ ആ മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതുക എന്ന കാര്യം മഹാനായ ഇമാം ഷാഫി റഹ്മഹുല്ലാഹ് നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിച്ച കാര്യം. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നു, വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, ഓരോ മനുഷ്യനും അവനവൻ പ്രവർത്തിച്ചതല്ലാതെ ഇല്ല എന്ന സൂറത്ത് നജ്മിലെ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയുന്നു, ഇമാം ഷാഫി പറഞ്ഞതുപോലെ ഒരാൾക്ക് ആ വ്യക്തിയുടെ പ്രവർത്തനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതാ വ്യക്തിയുടെ അമലല്ല, ഇതാ വ്യക്തിയുടെ കസ്ബല്ല. അതുകൊണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ ലാ യസ്ലു സവാബിഹാ, അതിന്റെ കൂലി അവർക്ക് എത്തുകയില്ല. ആര് പറഞ്ഞു? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി. അങ്ങനെ പറഞ്ഞു. ആര് പറഞ്ഞു? ഇമാം വളരെ കൃത്യമായി ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ എഴുതി വെച്ചു. അപ്പൊ സഹോദരങ്ങളെ, ഖുർആൻ ഓതാം, പക്ഷെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ ഓത്ത് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഷാഫി ഇമാം പോലും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു മരണം സംഭവിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പടച്ചോനെ, അള്ളാന്റെ റസൂല് മരണ വീട്ടിൽ പഠിപ്പിച്ചതുപോലെ ചെയ്യാൻ തൗഫീക്ക് നൽകണേ എന്ന് ദുആരിക്കുക. എന്നിട്ട് അങ്ങനെയുള്ള പള്ളിയാണ് മുസ്ലിം പറയാ, എന്റെ വാപ്പ അങ്ങനെ ആയിരുന്നു, ഞങ്ങളെ വീട്ടിലത് ഇഷ്ടമല്ല, അതുകൊണ്ട് അള്ളാഹു റസൂല് പഠിപ്പിച്ച പോലെ ചെയ്യുന്ന അവരെല്ലാരും സമ്മതിക്കും. ഖബറിന്റെ അടുത്ത്
കബറടക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഇങ്ങനെയാണ് പരമാവധി സമയം ആ മരിച്ചുപോയ മനുഷ്യന് വേണ്ടി അല്ലാഹു ഗഫൂർ ലഹു വർഹംഹു എന്ന് പറയാനാ ഞങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ട് അവിടെ ഒരു തൽക്കീൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. റസൂലുള്ള പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്യരുത് എന്നൊരു നിലപാടെടുത്താൽ മഹല്ല് കമ്മിറ്റി സമ്മതിക്കും. വഖഫ് ബോർഡ് കൃത്യമായി പറഞ്ഞ കാര്യമാണ്. ഒരാളുടെ വിശ്വാസ ആചാരങ്ങളിൽ ഇടപെടാൻ ഒരാൾക്കും അധികാരമില്ല. പക്ഷേ അവിടെ വാപ്പ മരിക്കും, ഉമ്മ മരിക്കും, ഒരു വിഷമുണ്ടാവും, പ്രയാസം ഉണ്ടാവും. പക്ഷേ ആ സന്ദർഭത്തിലും ഉമ്മ മരിച്ച വിഷമമുള്ളപ്പോഴും ഉപ്പ മരിച്ച വിഷമുള്ള പടച്ചോനെ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതിനെതിരിൽ എന്റെ വീട്ടിൽ സംഭവിക്കരുത്. അതുകൊണ്ട് മയ്യത്തിറക്കുമ്പോ അൽ ഫാത്തിഹ എന്റെ വീട്ടിൽ വേണ്ട, ഇലാ അർവാഹി ദുആ എന്റെ വീട്ടിൽ വേണ്ട. ദുആനോട് വെറുപ്പുള്ളതുകൊണ്ടല്ല, അള്ളാന്റെ റസൂൽ ധാരാളം സഹാബികളുടെ വീടുകളിൽ മരണ സന്ദർഭത്തിൽ വന്നിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ പോലും അവിടുന്ന് ഒരു അൽഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹ മഹത്തുള്ള തന്നെ റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല എന്ന നിലപാട് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മരണ വീട്ടിൽ വെച്ച് ഒരാൾ ദുആ ചെയ്യുന്നു, മറ്റുള്ളവർ ആമീൻ പറയുന്നു. അപ്പൊ നമ്മളിങ്ങനെ കൈ ഇങ്ങനെ കാത്തിട്ടു, അവന്റെ ധിക്കാരം കണ്ടില്ലേ, സ്വന്തം ഉമ്മ മരിച്ചിട്ട് ഓരിങ്ങനെ കയ്യും അറ്റൻഷൻ. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്റെ ഉമ്മയാണ് മരിച്ചത്, എന്റെ ഉപ്പയാണ് മരിച്ചത്. പക്ഷേ അള്ളാന്റെ റസൂൽ അവിടുത്തെ കാലഘട്ടത്തിൽ മയ്യത്തിറക്കുമ്പോ ഇങ്ങനെയൊന്ന് പഠിപ്പിച്ചിട്ടില്ല. എന്നെ നോക്കിക്കോ, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. അതാണ് ഷഹാദത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏത് സന്ദർഭത്തിലും നാട്ടിലെന്ത് മഹല്ലിലെന്ത് അമ്മോന് വിഷമാവില്ലേ, എന്താ അമ്മോൻ ഖബറിലെത്തിയാൽ എന്താ അമ്മോനേക്കാൾ നമുക്ക് വലുത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ബിദ്അത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാതെ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അതോടൊപ്പം ഖുർആനും സുന്നത്തും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ബിദ്അത്തുകൾ ഒഴിവാക്കുമ്പോൾ സുന്നത്തുകൾ ധാരാളമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സമൂഹത്തിന് പേടിച്ചൊരു കാര്യമാണ് സഹറത്തു ദുനിയ, ദുനിയാവ് കൂടുതലായി നമുക്ക് കിട്ടുക എന്നത്. പഠിച്ചോൻ ധാരാളമായി ദുനിയാവ് നൽകുന്നതിനെ ഞാൻ പേടിക്കുന്നു എന്ന് അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു. ഈ ഇരിക്കുന്ന പലർക്കും നേരത്തെ ചെറുപ്പത്തിൽ ഒരുപക്ഷേ ചോരുന്ന വീടായിരിക്കും ഒരുപക്ഷെ നമുക്കുണ്ടായിരുന്നത്. എന്നാൽ അതൊക്കെ മാറി AC-കളിലേക്ക്, ഫാനുകളിലേക്ക് മാറി. ഒരു ബൈക്കോ ഒരു കാറോ ചിന്തിക്കാൻ പറ്റാത്ത നമുക്കിപ്പോ ബൈക്കും കാറും ഒക്കെയുണ്ട്. സാമ്പത്തികമായി റബ്ബ് നമ്മളെ അനുഗ്രഹിച്ചു. പേടിക്കണം നമ്മൾ. എന്താ കാര്യം? ആ അനുഗ്രഹങ്ങളിൽ ദുനിയാവിൽ മതിമറന്ന് പടച്ചവനെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ചില ആളുകൾ പറയും, ഞാനൊരു ബൈക്ക് എടുത്തിട്ടുണ്ട്, കാർ എടുത്തിട്ടുണ്ട്, സുബൈക്ക് പള്ളിയിൽ വരാലോ. പിന്നെ അത് മാത്രം നടക്കില്ല, ബാക്കിയൊക്കെ നടക്കുന്നുണ്ടാവും ആ കാറുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാങ്ക് അങ്ങോട്ട് കൊടുത്താൽ മദീനയിൽ മക്കയിൽ മുഴുവൻ വഴികളും ഹറമിലേക്കാണ്. അതാണ് നമ്മുടെ മാതൃക. അള്ളാന്റെ റസൂലിന്റെ കാലം മുതലുള്ള അവസ്ഥയാണത്. അതുകൊണ്ട് ഒരു ഞായറാഴ്ചയാണെന്ന് കരുതിക്കോ, വരാൻ പോകുന്നു മറ്റന്നാൾ ഞായറാഴ്ച, നമ്മൾ ഈ മഹലിൽ ഉണ്ട് എന്ന് കരുതിക്കോ. ദുഹർ ബാങ്ക് അങ്ങ് കൊടുത്താൽ ഹയ്യാലസ് സ്വലാഹ് ഹയ്യാലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് വരുവീൻ, വിജയത്തിലേക്ക് വരുവീൻ. എന്തിനാ മൈക്ക് പറയുന്നത്? കേൾക്കാനാണ്. അതെ, ബാങ്ക് കൊടുത്തു, പിന്നെ നേരെ മിസ്വാക്ക് എടുക്കുന്നു, നേരെ മിസ്വാക്ക് ചെയ്യുന്നു, വുദു ചെയ്യുന്നു. ദുഹറിന് മുമ്പുള്ള രണ്ടും 4 വീട്ടിൽ നിസ്കരിക്കുന്നു. സുന്നത്ത് വീട്ടിൽ വെച്ച് നമസ്കരിക്കൽ പ്രത്യേകം സുന്നത്താണ്. വുദുവോടുകൂടി പള്ളിയിലേക്ക് പോകുന്നു. ബൈക്കിൽ ഒറ്റക്ക് പോകരുത്, പിന്നിൽ മകനെ കൂട്ടണം, ഉപ്പയെ കൂട്ടണം, കാറ് ഫുള്ളാക്കണം. എല്ലാവരും വരുവീൻ. എല്ലാവരെയും കൊണ്ട് ആ പള്ളിയിലേക്ക് നമ്മൾ പോകേണ്ടത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പ് അവിടുന്ന് സഹാബാക്കളുടെ തോളിൽ കൈവച്ച് വെച്ചാണ് പള്ളിയിലേക്ക് വന്നത്. അവിടത്തേക്ക് വന്ന നമ്മുടെ റസൂലുള്ള, ഞാനും നിങ്ങളും ഷഹാദത്ത് പറയുന്ന റസൂലുള്ളയുടെ ബോധം പോയി. സഹാബത്ത് മുഖത്ത് വെള്ളം കുടഞ്ഞു, വുദു എടുപ്പിച്ചു, ഇശാറത്തായി ജനങ്ങൾ നിസ്കരിച്ചോ? ജമാഅത്തായുള്ള നിസ്കാരേ അല്ലാഹുവിന്റെ റസൂൽ അറിയുള്ളൂ.
ജനങ്ങൾ നിസ്കരിച്ചോ. വീണ്ടും ബോധം പോയി. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, സിദ്ദീഖുൽ അക്ബർ നിൽക്കട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്നിട്ടാണ് ജമാഅത്ത് നിർവഹിച്ചത്. സഹോദരങ്ങളെ, ബോധം നശിച്ചു പോകുന്ന സന്ദർഭത്തിലും നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്നെങ്കിൽ, സഹോദരങ്ങളെ, ആ റസൂലുള്ളാഹിയുടെ പേരിൽ ഷഹാദത്ത് പറയുന്ന നമ്മൾ എന്തേ സുബഹ് ജമാഅത്തിന് വീട്ടിൽ കിടന്നുറങ്ങുന്നു? മാറ്റം വേണം സഹോദരങ്ങളെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബഹിയോടുകൂടി എല്ലാ വഴികളും പള്ളികളിലേക്ക്. നാളെ പെട്ടെന്ന് ശനിയാഴ്ച തുടങ്ങിയാ പോരാ, മരണം വരെ നമുക്ക് തുടരാൻ സാധിക്കണം. വിശിഷ്യ പുരുഷന്മാർക്ക് പള്ളിയിൽ മാത്രമാണ് നമസ്കാരം, ഉദുറുകളില്ലെങ്കിൽ. അതോടൊപ്പം നമ്മുടെ ഭാര്യയുണ്ട്, നമ്മുടെ പെങ്ങളുണ്ട്, ഉമ്മയുണ്ട്, വീട്ടിൽ ഒരു പ്രശ്നമില്ല. എന്തേ അവർക്ക് പള്ളിയിലേക്ക് വന്നാൽ ആ ഇരട്ടി കൂലി അവർക്ക് കിട്ടില്ലേ? അതുകൊണ്ട് പള്ളിയുമായി ഹൃദയബന്ധം നമുക്കുണ്ടാകണം. നമ്മുടെ സാമ്പത്തിക രംഗം വിശുദ്ധമാകണം. പലിശയുമായി ബന്ധപ്പെടുന്നവരൊക്കെ പറയും, പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷെ ജീവിക്കണ്ടേ? ഇന്നത്തെ കാലത്ത് ജീവിക്കണ്ടേ? ഒരൊറ്റ ഉത്തരം, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. കച്ചവടം മുന്നോട്ട് പോകുന്നതിന് അടുത്ത കച്ചവടം വീണ്ടും തുടങ്ങാൻ പ്രയാസമുണ്ട്. പക്ഷേ മരിക്കണ്ടേ? എനിക്കും മരിക്കണ്ടേ എന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഒരു കടയുള്ളപ്പോൾ അടുത്ത കട വേണ്ടാന്ന് തീരുമാനിച്ചത്, ആ ലോൺ എടുക്കണ്ടെന്ന് തീരുമാനിച്ചത്. ഞാനിപ്പോൾ പട്ടിണിയിലല്ല, പക്ഷേ മരിക്കണ്ടേ? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്, പലിശയിലെ ഏറ്റവും ചെറിയ ഇനം സ്വന്തം മാതാവിനെ വ്യഭിചരിക്കലാണ്. അതെ, മരിക്കണ്ടേ എന്ന ചിന്ത, ആ ചിന്തയാണ് നമ്മൾ നയിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഭാരമാകരുത്. മക്കളെ സ്നേഹിക്കണം. മോനെ എന്ന് വിളി, മോളെ എന്ന് വിളി, അതാ വിളിക്കേണ്ടത്. പെടോന്നല്ല, പേരുമല്ല, സ്നേഹത്തോടുകൂടിയുള്ള വിളിയാണ് മക്കൾ കൊടുക്കേണ്ടത്. നമ്മുടെ മാതാപിതാക്കൾ ഒരാളും നമ്മുടെ കാലത്ത് കഷ്ടപ്പെടാൻ പാടില്ല. ലീവ് എടുക്കാൻ മറ്റ് കാരണമൊന്നും വേണ്ട. മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച കാര്യമാണ്. സഹോദരങ്ങളെ, അങ്ങനെ ഏകോദര സഹോദരങ്ങളായി മരണാനന്തര ജീവിതത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സ്വയം പരിശോധിക്കുക. ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ സ്വയം വിചാരണ നടത്തുക, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും മുമ്പ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മഹല്ലിൽ വിശുദ്ധ ഖുർആൻ വിശദമായി പഠിക്കുന്ന ഖുർആൻ ക്ലാസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ സ്വാഗതം പറഞ്ഞ ബഹുമാന്യനായ നമ്മുടെ മദനി ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന വിശാലമായ സദസ്സ് നമ്മുടെ ഈ മഹല്ലിൽ സ്ഥിരമായി ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ ക്ലാസ് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ പങ്കെടുക്കാത്തവരൊക്കെ ആ ക്ലാസ്സിലേക്ക് വരണം. നമ്മുടെ പള്ളി സജീവമാകണം. പള്ളിയിൽ ഇത്ര സൊഫുണ്ട് എന്ന് മറ്റവരോട് പറയാനല്ല, ജനങ്ങളോട് പറയാനല്ല, മറിച്ചൊരു നാടിന്റെ വിജയത്തിന്റെ നിദാനമാണ് ആ പള്ളിയിലെ ജമാഅത്ത് നമസ്കാരങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസം പോലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. രാവിലത്തെ ദിക്റുകൾ, വണ്ടി പോകുമ്പോ ഇടക്കൊന്ന് നിർത്തും, പെട്രോൾ അടിക്കില്ലേ, വണ്ടി പോകില്ല. അതേപോലെ രാവിലെ മുന്നോട്ട് പോകുമ്പോ നമുക്ക് ആയത്തുൽ കുർസിയുണ്ട്, സൂറത്തുൽ ഇഖ്ലാസും ഫലക്കും നാസും 3 പ്രാവശ്യമുണ്ട്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഉണ്ട്. കുറെ അതിന്റെ അർത്ഥം പഠിച്ചാ നമുക്ക് ചെല്ലാതിരിക്കാൻ കഴിയില്ല. എടുക്കൂ ഫോൺ, അതെ, ജമീൽ ആപ്പ്. ജമീൽ എന്നടിച്ചൊരു ആപ്പ് എന്ന് പറഞ്ഞാൽ സ്വഹീഹായ ദിക്റുകൾ ക്രോഡീകരിച്ച ആപ്പ് നമുക്ക് കിട്ടും. ഫോൺ നോക്കി ഹറക്കത്തോടുകൂടി അർത്ഥത്തോടുകൂടി നമുക്ക് അവിടെ കാണാം. നോക്കി തന്നെ ചെല്ലാം. അതുകൊണ്ട് സഹോദരിമാരെ, രാവിലത്തെ ദിക്റുകൾ വിട്ടുപോകരുത്. അത് സംരക്ഷണ കവചമാണ്, റബ്ബിന്റെ സംരക്ഷണ കവചമാണ്. വൈകുന്നേരത്തെ ദിക്റുകൾ, ചിലർ പറയും നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, എവിടെയാണ് സമയം? കളവ് പറയരുത്. ആരാ പറഞ്ഞ സമയമില്ലെന്ന്? നീ ഓഫീസിൽ നിന്നും ബസ്സിലേക്ക് കയറി 3/4 മണിക്കൂർ നിന്റെ പണി എന്താ? ആ സീറ്റിലിരുന്ന് പുറത്തേക്ക് നോക്കി കണ്ടതങ്ങ് വീണ്ടും കാണുക. ചെല്ലടോ ദിക്റ്, വൈകുന്നേരത്തെ ദിക്റ് ചെല്ലാൻ സമയമുണ്ട്. നീ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോ, നീ ബൈക്കിൽ ഹെൽമെറ്റ് ഇട്ട് അരമണിക്കൂർ പോകുമ്പോ വൈകുന്നേരത്തെ ദിക്റ്, അതിന്റെ ഇടയ്ക്കാണ് ആക്സിഡന്റ് എങ്കിൽ ആ ദിക്റോട് കൂടി തിരിച്ചു പോയിക്കൂടെ? അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ദിക്റിന് സമയമുണ്ട്. നമ്മൾ സമയം കാണാഞ്ഞിട്ടാണ്. ദുഹാ നമസ്കാരം ഉപേക്ഷിക്കാൻ എന്താ നമുക്ക് ഇത്ര പ്രശ്നം? ദുഹാ നമസ്കാരം ഞാൻ നിർബന്ധമാക്കുകയല്ല. പ്രത്യേകിച്ച് ഈ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ, എന്തിനാണ് ദുഹാ നമസ്കാരം ഉപേക്ഷിക്കുന്നത്? റസൂലുള്ളാഹി 2 മുതൽ 8 വരെ വക്ത് അത് നമസ്കരിച്ചിട്ടുണ്ട്. വലിയ ഫضലുള്ള നമസ്കാരമാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, മരിക്കണ്ടേ?
അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി നമസ്കാരം നിർബന്ധമായിരുന്നു. ളുഹർ അസർ പോലെ നമുക്ക് ളുഹർ അസർ പോലെ റസൂലുള്ളാഹിക്ക് രാത്രി നമസ്കാരം നിർബന്ധമായി. നമുക്ക് നിർബന്ധമല്ല. പക്ഷേ എന്തേ നമുക്ക് സുബഹിക്ക് എഴുന്നേറ്റാൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോ ഒരു 3, 5, 7 ഒക്കെ നമ്മൾ നമസ്കരിച്ച് പടച്ചവനോട് ദുആ ചെയ്യൂ. വബില്ലസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. സുഹൂറിന്റെ സന്ദർഭത്തിൽ, അത്താഴത്തിന്റെ സന്ദർഭത്തിൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവർ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ തേടുന്നു. ഈ ആയത്തിൽ ഞാനും നിങ്ങളും പെടുമോ? അതുകൊണ്ട് തീരുമാനിക്കൂ സഹോദരങ്ങളെ, നമുക്ക് സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കണം, റബ്ബിനോട് തേടണം, നമ്മുടെ മക്കളെ എഴുന്നേൽപ്പിക്കണം. അങ്ങനെ നമ്മളാകുന്ന വീടാകുന്ന പാഠശാലയിൽ നിന്ന് ഒരു മോൻ ഹോസ്റ്റലിൽ പോയാൽ സുബഹി ജമാഅത്തിന് പോകും. അവൻ ജർമ്മനിയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും പോകും, വീടാകുന്ന ആ മദ്രസയിൽ പഠിപ്പിച്ചാൽ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ അഹ്ലുകാരുടെയും ശരീരങ്ങളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. ഖുർആനിന്റെ കൽപ്പനയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോകണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിനെന്ത് വേണം? സ്വാഭാവികമായ ദീനീ ചർച്ച വീട്ടിൽ നടക്കണം. ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ദീനീ ചർച്ച, ഇന്നത്തെ ക്ലാസ്സിൽ ശരിയാട്ടോ, നമ്മൾ ആ സുന്നത്തൊമ്പ് നോറ്റാലോ എന്നൊരു ചർച്ച സ്വാഭാവികം. ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പീസ് റേഡിയോ ഇങ്ങനെ വെക്കുക, പീസ് റേഡിയോ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ദീനിയായ ചർച്ചകൾ നമ്മുടെ വീട്ടിൽ സംഭവിച്ചാൽ വരാൻ പോകുന്ന ഒരു സന്തോഷം എന്താണെന്നറിയുമോ? വീട്ടിലെല്ലാവരും മരിക്കും. ചിലർക്കൊരു അതിനെപ്പറ്റി നിങ്ങൾ പറയില്ലേ, വാപ്പ മരിക്കുന്നതിനെ പറ്റി. അത് മാത്രം അത് പറയണം. റസൂലുള്ളാഹി പറഞ്ഞിരുന്നു, ആദ്യം റസൂലുള്ളാഹി വഫാത്തായാൽ, ആദ്യം ആയിഷ ബീവി വഫാത്തായാൽ ആരാ മയ്യത്ത് കുളിപ്പിക്കുക എന്ന ചർച്ച അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും വീട്ടിൽ ആ ചർച്ച നടക്കണം. അങ്ങനെ നമ്മൾ മരിച്ചു, നമ്മളെ മോൻ മരിച്ചു, നമ്മുടെ ഭാര്യ മരിച്ചു, വിഷമുണ്ടാവൂലേ? വിഷമുണ്ടാവും. കരച്ചിൽ വരൂലേ? കരച്ചിൽ വരും, അനുവദനീയമാണ്. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മയ്യത്തെടുക്കുമ്പോ, പ്രിയപ്പെട്ട ഉപ്പയുടെ മയ്യത്തെടുക്കുമ്പോ വിഷമുണ്ട്. പക്ഷേ മനസ്സിലും സമാധാനം. പടച്ചോനെ, സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുന്ന ഭർത്താവായിരുന്നു ഈ ഭാര്യയാണ് എന്നെ സുബഹിക്ക് വിളിച്ചുണർത്തിയത്. പടച്ചോനെ, കബറിൽ വെച്ച് ശിക്ഷിക്കപ്പെടാൻ സാധ്യതയില്ല എന്ന് മരിച്ച് നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ കബർ സമാധാനമാണ്, പരലോകം സമാധാനമാണെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരവസ്ഥ കോടിക്കണക്കിന് രൂപ കൊടുത്താൽ കിട്ടുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പക്ഷപാതിത്വങ്ങളും തർക്കമൊക്കെ ഇവിടെ കിടക്കും. നമ്മളതിനെടുക്കാൻ മരിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, വ്യക്തമായി നമ്മുടെ ജീവിതത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി അവിടുത്തെ എതിരാളികൾ ഉണ്ടാവും, എതിരാളികളോട് പോലും വ്യക്തിപരമായ സൗഹൃദം വെച്ചു പുലർത്തിയിരുന്നു. അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയർ നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞപ്പോ അയൽവാസി മുസ്ലിം ആണെങ്കിൽ എന്ന് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാവരോടും ഖൂലൂ ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയുക. നമ്മുടെ ആശയക്കാരനല്ല, നമ്മുടെ സംഘടനക്കാരനല്ല. അഭിപ്രായ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് ഒന്നിച്ച് ചായ കുടിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒന്നിച്ച് നാട്ടുവർത്തമാനം പറയാൻ കഴിയണം. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. നമ്മുടേതാണോ ശരി, നമ്മുടേതേക്ക് മറ്റൊരു ക്ഷണിക്കാം, അതിലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മരിച്ച് നമ്മുടെ മയ്യത്ത് ആളുകൾ കണ്ട് ഇയാൾ എന്നോട് അങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ എന്ന് പറയാൻ ആരും ഉണ്ടാകരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനീ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുക. എന്നും ഇങ്ങനെ LKG മതിയോ? എന്നും UKG ഇങ്ങനെ മതിയോ? പോരല്ലോ സഹോദരങ്ങളെ. ഒരാള് കൈകെട്ടിയ ഉടൻ വരും ഖുർആൻ. ഇതാ ഞാൻ വേറെ സൂറത്തൊന്നും ഖുർആനിലില്ല, വേറെ സൂറത്തൊന്നുമില്ല. ദുനിയാവ് ഉഷാറായി പോയി, പക്ഷെ ദീന് നമുക്ക് ഇനിയും വർദ്ധിക്കണം. അൽഹംദുലില്ലാ, വിശുദ്ധ ഖുർആനും തിരു ഹദീസും പഠിക്കാൻ ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്ന അല്ലാഹു എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ജനം അല്ലാഹു അല്ലാത്തവരിലേക്ക് കൈകൾ തിരിച്ചു പോകുമ്പോ അവരെ തിരിച്ചു വിളിക്കാൻ ബാധ്യതപ്പെട്ട നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങി ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശബ്ദം ഈ കൊടക്കാടിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോയി ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മൈക്ക് കെട്ടിയും അല്ലാതെയും നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് സഹോദരങ്ങളെ. ഈ പരിപാടി സംഘടിപ്പിച്ച വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, അതിന്റെ പൊതുപരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ ഇതേ ദൗത്യം പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടും. 24 hours നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകുന്നു, പീസ് ഒരു ഗ്യാപ്പ് റേഡിയോ എന്നടിച്ചാൽ ഒരു പച്ച ചിഹ്നം വരും. ഞെക്കിക്കൊടുത്താൽ 24 മണിക്കൂർ 60ഓളം പരിപാടികൾ
പരിപാടികൾ നിങ്ങൾക്കതിൽ കേൾക്കാം. അതുകൊണ്ട് നമ്മുടെ സഹോദരിമാർക്ക് അത് ഇൻസ്റ്റാൾ ചെയ്തു കൊടുക്കണം. നമ്മുടെ വീടുകളിൽ പീസ് റേഡിയോ ഉണ്ടാകണം. അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതോടൊപ്പം വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും മരണം വരെ പഠിച്ചുകൊണ്ടേയിരിക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബിനോട് നിരന്തരമായി നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ കബൂൽ ചെയ്യുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.